بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي. اقض الحوائج لي ربي فلست أرى سواك يا ربي من قاض لحاجاتي. سهل أموري واختمها بمنقلبي بعد الممات إلى رضوان جناتي. പാടിപ്പറഞ്ഞാൽ തിരുകില്ലാ ദീർഘം പരനേ അതല്ലേ നിന്റെ പുണ്യസ്വർഗം. കൊതിയുണ്ട് റബ്ബേ എപ്പോഴും അതിനോട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. അതിലേക്ക് നീ ഒരു പാസുത മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള വേദിയിലെ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ ഉമറാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, വന്യരായ ഉമ്മമാരെ, സഹോദരികളെ, ബദിര ലജ്നത്ത് മസാലിഹുൽ മുസ്ലിമീൻ സംഘത്തിൻ്റെ 40ാം വാർഷികമാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വഴികാട്ടികളായി മുന്നിൽ നടന്ന മഹാന്മാർ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ കേരളീയ മുസ്ലിമീങ്ങളുടെ അഭിമാനമായിരുന്ന മഹാനായ മർഹൂം സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു അടക്കമുള്ള സർവരുടെയും ബർസഖിയായ ലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ഉപദേശം നടത്തി നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വഅദുകൾ ഫലവത്താവണമെങ്കിൽ കേൾക്കുന്നവർ ആ ഒരു അർത്ഥത്തിൽ അത് കേൾക്കണം. സാധാരണഗതിയിൽ നല്ല നല്ല വഅദുകൾ പലപ്പോഴും നടക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം പലപ്പോഴും ലഭിക്കാതെ പോകുന്നു എന്നത് സത്യമാണ്. അതുകൊണ്ട് സംഘാടകർ പ്രതീക്ഷിച്ച ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന സത്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ലല്ലോ വഅദ് പറയേണ്ടത് എന്ന് മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയപ്പെടുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമാവണം, എങ്കിലേ ഈ രാത്രി കൊണ്ട് പ്രയോജനമുള്ളൂ. ഏകദേശം ഇന്ന് ഉച്ച മുതൽ ഈ സമയം വരെയുള്ള ദീർഘമായ യാത്ര, അതേപോലെ ഇൻഷാ അല്ലാഹ് സുബ്ഹിയുടെ സമയം വരെയോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം വരെയോ നീളുന്ന തിരിച്ചുള്ള യാത്ര, ഇതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്രദമായി തീരണമെങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹു തആല ആ നിലക്ക് പറയാനും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവൃത്തിയിലൊക്കെ അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. എല്ലാ വഅദുകളിലും നമ്മൾ കേൾക്കാറുണ്ട്. ഏകദേശം നാം കേട്ട വഅദുകളിലൊക്കെയും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ രണ്ട് വിഭാഗത്തെ മാത്രം വിളിച്ച് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു. ഈ മോണിറ്റർ രണ്ട് വിഭാഗത്തെ മാത്രം വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് ജനിച്ചു വീണത് മുതൽ മരിക്കുന്നത് വരെ സദാസമയം അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കണമെന്നല്ല. വളരെ ലളിതമായ ആരാധനാ കർമ്മങ്ങളെ അല്ലാഹു തആല നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളൂ. വളരെ ലളിതമായത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിന്, ഒരു ശരീരത്തിന് സാധിക്കുന്നതല്ലാതെ അല്ലാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പടച്ചറബ് നമ്മളോട് ഒരിക്കലും അല്ലാഹു കൽപ്പിക്കുന്നില്ല. തന്റെ അടിമകളെ ബുദ്ധിമുട്ടിക്കണം എന്ന ഒരു ചിന്ത അല്ലാഹുവിനില്ല. അതാണ് ഖുർആൻ പറയുന്നത്, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. പരിശുദ്ധ ഖുർആനിൽ കാണാം. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. ഒരാവേശ പ്രസംഗം മാറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു ഈ സദസ്സിലേക്ക് വാ. ഖുർആൻ പറയുന്നു, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ. അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബികുമുൽ ഉസ്റ. നിങ്ങളെ ഞെരുക്കിക്കളയണം എന്ന് പടച്ച റബ്ബിനൊരാഗ്രഹവുമില്ല. ബദരിലെ മുഅ്മിനീങ്ങൾ ഇബാദത്ത് ചെയ്ത് തളർന്നു പോവണം എന്ന് പടച്ച റബ്ബിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സാധിക്കുന്ന പണിയല്ലാതെ അല്ലാഹു തആല ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അവരുടെ പരിധിയിൽ വരുന്ന, അവരുടെ കഴിവിൽ പെടുന്നതല്ലാതെ അല്ലാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല. ഉദാഹരണമായി നോക്കൂ, ഒരു ദിവസം മനുഷ്യൻ നിർവഹിക്കേണ്ട കർമ്മമാണ് 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്. ഈ നിസ്കാരത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലർക്കും അതൊരു ഭാരമാണ്. ളുഹറുണ്ടെങ്കിൽ അസറില്ല,
അസറുണ്ടെങ്കിൽ മഗ്രിബില്ല, ഇത് 4ഉണ്ടെങ്കിൽ സുബഹിയില്ല. ഇങ്ങനെയാണ് പലരുടെയും നിസ്കാരത്തിന്റെ കണക്ക് അങ്ങനെയാണ്. എന്നാൽ നിസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭാരമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം അല്ലാഹു തആല ഒരു മനുഷ്യന് തന്നിരിക്കുന്ന മണിക്കൂറുകൾ 24 മണിക്കൂറാണല്ലോ. ആ 24 മണിക്കൂറിൽ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. അതും ഒറ്റയടിക്ക് ഒന്നായിട്ടങ്ങ് നിർവഹിക്കാനല്ല, 5 സമയങ്ങളിലാണ്. ഒരു നിസ്കാരത്തിന് 5 മിനിറ്റ് എന്ന് കണക്കാക്കിയാൽ 5 നേരത്തെ നിസ്കാരത്തിന് ആകെ ഒരു മനുഷ്യൻ ചെലവഴിക്കേണ്ടത് 5 × 5 = 25 മിനിറ്റാണ്. ഇന്ന് ളുഹർ നിസ്കരിക്കാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ അസർ വെറുതെ ഖളാ ആയി പോയ ആരെങ്കിലും എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ആലോചിക്കണം. അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഒരു 25 മിനിറ്റ് സമയം, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു 25 മിനിറ്റ് എനിക്കൊന്ന് തന്നുകൂടെ? അന്നം തന്നവൻ അല്ലാഹുവാണ്, വെള്ളം തന്നവൻ അല്ലാഹുവാണ്, അഭിമാനത്തോടെ 2 കാലിൽ നടക്കാൻ അനുവദിച്ചവൻ അല്ലാഹുവാണ്, നല്ല ബുദ്ധിയും വിവേകവും തന്നവനും അല്ലാഹുവാണ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന പടച്ച റബ്ബ് ചോദിക്കുന്നു, ഒരു 25 മിനിറ്റ് 5 സമയങ്ങളിലായിട്ട് എനിക്ക് തന്നൂടെ? ഒരു ളുഹർ, ഒരു അസ്ർ, ഒരു മഗ്രിബ്, ഒരു ഇശാ, ഒരു സുബ്ഹി ഒന്ന് നിർവഹിച്ചുകൂടെ? എനിക്കതിന് സാധ്യമല്ല എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അല്ലാഹു ബുദ്ധിമുട്ടിച്ചോ? നോക്ക് നിങ്ങൾ, ഈ ബദരയിലെ ഒരു മനുഷ്യൻ ഒരു ദീർഘമായ യാത്ര പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ദീനവന് കൊടുത്ത ആനുകൂല്യമാണ്. ളുഹർ നിസ്കാരത്തിന് വേണ്ടി നീ ഒരിടത്ത് വാഹനം നിർത്തി കുറച്ചു കഴിയുമ്പോ പിന്നെ അസറിനും ഇറങ്ങി നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് നീ അസറും കൂടെ ഇങ്ങോട്ട് ജമാക്കിയിട്ട് നിസ്കരിച്ചോളൂ, രണ്ടും ഒന്നിച്ച്. ഇനി നിനക്ക് ളുഹറിന്റെ സമയത്ത് വാഹനം നിർത്താൻ സൗകര്യം കിട്ടിയില്ല, എന്നാ നീ അങ്ങോട്ട് കരുതിയിട്ട് അസറിന്റെ സമയത്ത് ളുഹറും അസറും ഒന്നിച്ച് നിസ്കരിച്ചോളൂ. ഇനിയോ 4 നിസ്കരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ ദീർഘയാത്രയിലാണ്, എന്നാൽ ളുഹർ ഖസറാക്കിയിട്ട് 2, അസറും ഖസറാക്കിയിട്ട് 2, രണ്ടും കൂടെ നീ ഒരു 4 റക്അത്ത് നിസ്കരിച്ചോളൂ. അല്ലാഹു ബുദ്ധിമുട്ടിച്ചോ മനുഷ്യന്മാരെ? ബുദ്ധിമുട്ടിച്ചില്ല. ഇനിയോ ഒരു മനുഷ്യന് നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, നീ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞോ? അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞില്ല. നിൽക്കാൻ കഴിവുള്ളവൻ നിന്നോളൂ, അല്ലാത്തവൻ ഇരുന്നോളൂ. ഏത് രൂപത്തിലാണോ ഇരിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഇരുന്നോളൂ. ഇരിക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഇരുന്നേ പറ്റൂ എന്ന് പടച്ചവന്റെ ദീൻ പറഞ്ഞില്ല. നീ കിടന്നോളൂ. വലത്തോട്ട് ചെരിഞ്ഞു കിടന്നോ, അല്ലെങ്കിൽ ഇടത്തോട്ട് ചെരിഞ്ഞു കിടന്ന് നിസ്കരിച്ചോ, മലർന്നു കിടന്ന് നിസ്കരിച്ചോ. കിടന്നിട്ട് നിന്റെ ശരീരം ചലിപ്പിക്കരുതെന്ന് നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കണ്ണിന്റെ പോള കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് നിസ്കരിച്ചോ. അതിനും നിനക്ക് സാധ്യമല്ലെങ്കിൽ ഫബി ഖൽബിഹി, ഒരിടത്ത് ചലനമില്ലാതെ കിടന്നിട്ട് നീ നിന്റെ ഖൽബ് കൊണ്ട് നിസ്കരിച്ചോ. അല്ലാഹു ബുദ്ധിമുട്ടിച്ചോ? എന്നിട്ടും എനിക്കതിന് സാധ്യമല്ലെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനെ എന്ത് പേരിട്ട് വിളിക്കണം നമ്മൾ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നിസ്കാരത്തിന്റെ വിഷയമൊന്ന് പരിഗണിക്ക്. ലോകം ഗൗരവത്തോടെ കണ്ടത് നിസ്കാരമാണ്. ഞാൻ ആ വിഷയം മാത്രം പറയാൻ നിന്നാൽ കുറെ പറയേണ്ടി വരും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അല്ലാഹുവിനെ പേടിച്ച മഹാന്മാരൊക്കെയും അല്ലാഹുവിനോട് ദുആ ചെയ്തത് നിസ്കാരത്തിന്റെ കാര്യമാണ്. 100 കൂട്ടം പരീക്ഷണങ്ങളിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. പടച്ചവനേ, റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്നെയും എന്റെ മക്കളെയും നീ നിസ്കരിക്കുന്നവരിൽ പെടുത്തി തരണേ റബ്ബേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഈസ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്.
ആ തൊട്ടിൽ കിടന്നുകൊണ്ട് മഹാനവർകൾ പറഞ്ഞ വർത്തമാനം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമിലുണ്ട്. മഹാനവർകൾ പറയുന്നുണ്ട്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസ്വാനീ ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംസാരമാണ്. മുലകുടിക്കുന്ന പ്രായത്തിൽ ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വർത്തമാനമാണ്. മഹാനവർകൾ പറഞ്ഞു അവസാനം പറയുന്നത് ഔസ്വാനീ, എന്റെ റബ്ബനോട് വസിയ്യത്ത് ചെയ്യുന്നത് ബിസ്വലാഹ്, നിസ്കരിക്കണമെന്നാണ്. അതുകൊണ്ട് മുഅ്മിനേ, നിസ്കാരമില്ലെങ്കിൽ നിനക്ക് ഐഡന്റിറ്റി ഇല്ല കൂട്ടരെ. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നിസ്കാരമൊന്ന് ശ്രദ്ധിക്ക്. ഒരിക്കലും അതൊരു ഭാരമല്ല. ഇനിയോ പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയ കർമ്മമാണ്. നോമ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുവോ? കുറഞ്ഞ ദിവസങ്ങൾക്ക് പിറകെ നമ്മൾക്ക് വാനലോകത്ത് റമദാനിന്റെ പൊന്നമ്പിളി ദൃശ്യമായാൽ മുസ്ലിം നോമ്പ് നോൽക്കണം. നോമ്പ് പലർക്കും ഭാരമാണ്. നോമ്പ് വരുന്നു എന്നറിയുമ്പോ പേടിയാണ് പലർക്കും. ആലോചിച്ചിട്ടുണ്ടോ നോമ്പിനെ കുറിച്ച്? 11 മാസക്കാലം അല്ലാഹു തആല പറഞ്ഞു, രാത്രിയും പകലുമൊക്കെ നിനക്ക് വിശക്കുമ്പോ ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോളൂ. അല്ലാഹു ചോദിക്കില്ല എന്തിനാണോ നീ ഇത്ര സമയത്തിന് ചോറ് തിന്നതെന്ന്. പടച്ചറപ്പ് ചോദിക്കില്ല നീ എന്തിനാണ് രാത്രി 2 മണിക്ക് എണീറ്റപ്പോ ചായ കുടിച്ചതെന്ന്. പടച്ചറപ്പ് ചോദിക്കില്ല മോനെ. 11 മാസം രാപ്പകലില്ലാതെ ഭക്ഷണം കഴിക്കാം. അല്ലാഹ് ഹലാലാക്കിയതൊക്കെ തിന്നാം, കുടിക്കാം. ഭാര്യയുമായിട്ട് സംസർഗത്തിലേർപ്പെടാം. ഭർത്താവിനോട് ചേർന്ന് കിടന്നിട്ട് സന്തോഷം പങ്കുവെക്കാം. ഒരു പെണ്ണിന് 11 മാസക്കാലം രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കാം ഈ പ്രക്രിയകളൊക്കെ. എന്നാൽ 12ാമത് വേറൊരു മാസം വരാനുണ്ട്. ആ മാസമാണ് ഷഹ്റു റമദാൻ. ആ മാസത്തിൽ ചെറിയ ഒരു നിയന്ത്രണം അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ലില്ലാഹി തആല എന്ന് കരുതിയിട്ട് ഒരു ചെറിയ നിയന്ത്രണം നിങ്ങൾക്ക് വരുത്തിക്കൂടെ? ഈ 11 മാസവും നിങ്ങളെ തീറ്റിപ്പോറ്റിയ റബ്ബാ പറയുന്നത്, ഒരു മാസം ഒരു 29ഓ 30ഓ ദിവസം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അതിന് സാധ്യമല്ല എന്ന് പറയാൻ സാധിക്കുമോ? കുഞ്ഞു മക്കൾ വരെ റമദാൻ വരുമ്പോ ആവേശത്തോടെ ഉമ്മയോട് പറയാ, അത്താഴ സമയത്ത് എന്നെയും വിളിച്ചേക്കണേ. കുഞ്ഞുമോന് നോമ്പ് നോൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ആ കുഞ്ഞുമോൻ കഴിച്ച അത്താഴത്തിന്റെ ബാക്കി പാത്രത്തിലുള്ളത് പിറ്റേന്ന് രാവിലെ കഴിക്കുന്ന അവന്റെ ബാപ്പ ആലോചിച്ചോ റമദാനിന്റെ മഹത്വത്തെക്കുറിച്ച്? വൈകുന്നേരം സന്ധ്യാസമയത്ത് വീട്ടുമുറ്റത്ത് മഗ്‌രിബ് ബാങ്കും പ്രതീക്ഷിച്ച് തൊണ്ട വരണ്ട് കളിക്കുന്ന പൈതങ്ങൾ അടുക്കളയിൽ ഓടിച്ചെന്നിട്ട് നോക്കി, ഇന്ന് നോമ്പ് തുറക്കാൻ എന്റെ ഉമ്മ എന്ത് വിഭവമാണ് ഒരുക്കുന്നതെന്ന് ചെന്ന് നോക്കുമ്പോ കുഞ്ഞുമോന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയ വിഭവത്തിന്റെ പാത്രത്തിൽ നിന്ന് തോണ്ടിത്തിന്നുന്ന ബാപ്പയെ കണ്ടാൽ ആ മനുഷ്യനെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? നോമ്പിനെ അവഗണിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല 11 മാസവും ഒരു മാസക്കാലത്തെ രാത്രിയും നമ്മൾക്ക് തന്നു. തിന്നാനും കുടിക്കാനും രമിക്കാനും സുഖിക്കാനും. അല്ലാഹു ചോദിക്കുന്നത് ഒരു 29 ദിവസം ലില്ലാഹി തആല എന്ന നിയ്യത്തും വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഭാരമാണോ നോമ്പ്? ഇനി നോമ്പ് നോൽക്കാൻ പറഞ്ഞ ആയത്ത് അവസാനിക്കുന്നതിന് മുന്നേ പരിശുദ്ധ ഖുർആനിൽ കാണാം, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. വമൻ കാന മരീദ, ഏതെങ്കിലും ഒരുത്തന് സുഖമില്ലാതായാൽ അല്ലാഹു പറയൂല നീ നോമ്പ് നോറ്റേ പറ്റൂ എന്ന്. അല്ലാഹു പറയില്ല. ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദീർഘയാത്രയിലായാൽ നീ എന്തുകൊണ്ട് നോമ്പ് നോറ്റില്ലെന്ന് പടച്ച റബ്ബ് ചോദിക്കൂലടോ. ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ, വേറൊരു ദിവസം നീ അത് വീട്ടിയാൽ മതി എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഇബാദത്തുകൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, അങ്ങനെ ചിന്തിക്കല്ല. ഇനിയോ ഹജ്ജായാലും സക്കാത്തായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല.
ചുരുക്കത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചതിന്റെ രഹസ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ലോകത്തുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. മനുഷ്യൻ വിചാരിക്കണ്ട, എനിക്കാണല്ലോ പള്ളിയുള്ളത്, ഞങ്ങൾക്കാണല്ലോ പള്ളിക്കൂടമുള്ളത്, ഞങ്ങൾക്കാണല്ലോ ആരാധനക്ക് രൂപങ്ങളൊക്കെയുള്ളത്. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെയല്ല, ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനും വിചാരിക്കേണ്ട, ഒക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അവരോടൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടികൂടുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും അവയൊക്കെയും അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ നമ്മൾക്ക് കാണാം, അള്ളാഹു ചോദിക്കുന്നുണ്ട് നബി തങ്ങളോട്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമർ വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. അലം തറ, നബിയേ അങ്ങ് കണ്ടില്ലേ നബിയേ, അങ്ങ് കാണുന്നില്ലേ നബിയേ, അന്നല്ലാഹ യസ്ജുദു ലഹു, അത്യുന്നതനായ പ്രതാപിയായ യജമാനനായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് നബിയേ അങ്ങ് കാണുന്നില്ലേ നബിയേ? ആരാ സുജൂദ് ചെയ്യുന്നത്? മൻ ഫിസ് സമാവാത്, ആകാശലോകത്തുള്ള സർവവും സുജൂദിലാണ്. കാണുന്നില്ല നബിയെ? ആകാശത്തിലുള്ള സർവവും സുജൂദ് ചെയ്യുന്നു. വമൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സർവവും സുജൂദ് ചെയ്യുന്നില്ലേ നബിയെ? അങ്ങത് കാണുന്നില്ലേ? ഭൂമിയിലുള്ള സർവവും സുജൂദിൽ, ആകാശത്തിലുള്ള സർവവും സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചില പ്രധാനപ്പെട്ടതിനെ എണ്ണി പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു വശംസു, സൂര്യൻ സുജൂദ് ചെയ്യുന്നില്ലേ? സൂര്യൻ സുജൂദ് ചെയ്യുന്നില്ലേ? നീ ഒന്ന് ചിന്തിക്ക്. ഇന്ന് ളുഹർ ഖളാ ആക്കിയ മനുഷ്യനോടൊന്ന് കാരണം ചോദിച്ചു നോക്ക് നിങ്ങൾ. അയാൾ പറയും സമയം കിട്ടിയില്ല. ഇന്ന് സുബഹിയുടെ സമയത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനോട് ചോദിക്ക്, നീ എന്തുകൊണ്ടാണ് സുബഹി നിസ്കരിക്കാതെ പോയത്? അയാൾ പറയും ഉറങ്ങിപ്പോയി. ളുഹറിന് നിനക്ക് മടിയായിരുന്നു, അസറിന് നിനക്ക് കച്ചവടമായിരുന്നു, മഗ്രിബിന് നിനക്ക് യാത്രയായിരുന്നു. ഇങ്ങനെ നിസ്കാരങ്ങൾ നഷ്ടമായ നീ അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ പറയുന്നു. എന്നാലോ ഖുർആൻ പറയുന്നു വശംസു, സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. ആരാ സൂര്യൻ? എന്താണ് സൂര്യൻ? സൃഷ്ടിക്കപ്പെട്ട സെക്കൻഡ് മുതൽ ഈ സെക്കൻഡ് വരെ ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ പണിയെടുക്കുന്ന സാധനമാണ് സൂര്യൻ. സൂര്യന് റെസ്റ്റ് ഉണ്ടോ? സൂര്യന് റെസ്റ്റ് ഇല്ല. ബദിരക്കാർക്ക് ഉറങ്ങാൻ രാത്രി തന്നിട്ട് സൂര്യൻ പോയത് ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ളവരെ വിളിച്ചുണർത്താനാണ്. അവരിപ്പോ ഉണർന്നിട്ടുണ്ടാവും. ബദിരയിലെ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കണ്ണു ചിമ്മുമ്പോ ഇതേ സൂര്യൻ പോയിട്ട് വേറൊരു ഖൗമിനെ തട്ടി ഉണർത്തിയിട്ടുണ്ടാവും. അവരുണരുമ്പോ നമ്മൾ ഉറക്കിലാണ്. ഇനി അവരെ ഉറക്കാൻ വിട്ടിട്ട് നാളെ കിഴക്ക് വെള്ള കീറുമ്പോ സൂര്യൻ പിന്നെയും വരും ബദിരയിലെ നിന്നെ ഉണർത്താൻ. സൂര്യൻ എപ്പോഴും ഡ്യൂട്ടിയിലാണ്. പക്ഷേ ഒരിക്കൽ പോലും സൂര്യൻ സുജൂദ് മറക്കാറില്ല. മുഅ്മിനേ, ഞാനും നീയും സുജൂദ് മറന്നവരാണ്, എന്നാൽ സൂര്യൻ സുജൂദ് മറക്കാറില്ല. പിന്നെയോ വൽ ഖമറു, 14-ാം രാവിൽ ബദിരയുടെ ഈ മദ്രസയുടെ മുറ്റത്ത് ചിത്രം വരക്കുന്ന അമ്പിളി മാമനും സുജൂദ് മറക്കാറില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ചന്ദ്രനും സുജൂദ് മറക്കാറില്ല, ഒരിക്കലും മറക്കാറില്ല. സൂര്യൻ അല്ലാഹുവിനോട് ബഹുമാനമാണ്, ചന്ദ്രനും അല്ലാഹുവിനോട് ബഹുമാനമാണ്. അല്ലാഹുവിനോട് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിനോടും ബഹുമാനമാണ്. അവിടത്തോട് ഹുബ്ബാണ്. സൂര്യനും ചന്ദ്രനൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മൗലിദ് ഓതുമ്പോ ഇങ്ങനെ പാടാറുള്ളത്, അൽ ബദ്റു ശുഖ ബി അംരിഹി വശംസു ഇദ് വറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി.
ബദറുൻ എന്ന് പറഞ്ഞാൽ 14-ാം രാവിലെ ചന്ദ്രനാണ് ബദറുൻ എന്ന് പറയുക. അൽ ബദറു 14-ാം രാവിലെ ആ ചന്ദ്രൻ അത് പിളർന്നുപോയി. ബി അംരിഹി ആമിന ബീവിയുടെ മുത്തുമോനൊന്ന് കൈ ചൂണ്ടിയപ്പോ ചന്ദ്രൻ 2 പിളർപ്പായങ്ങ് നിന്നുകൊടുത്തു. അതാണ് അവിടത്തോടുള്ള ബഹുമാനമാണ്. പിന്നെയോ വശംസു സൂര്യൻ അസ്തമയത്തിന്റെ ലോകത്തേക്ക് താണുപോയ സൂര്യനെ അവിടുന്ന് കൈകൊട്ടി വിളിച്ചപ്പോ ഒരു മടിയും കൂടാതെ സൂര്യൻ മടങ്ങി വന്നുപോയി. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സൂര്യനും ചന്ദ്രനും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട്. സൂര്യൻ സുജൂദിൽ, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു. വന്നജൂമു നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. വൽ ജിബാലു പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നു. വശജറു മരങ്ങൾ സുജൂദ് ചെയ്യുന്നു. വദ്ദവാബ് മൃഗങ്ങളും സുജൂദിലാണ്. വകസീറും മിനന്നാസ് ധാരാളം മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നു. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ് അല്ലാഹു തആല ശിക്ഷ നിർബന്ധമാക്കിയ കുറച്ച് ആളുകൾ അവർക്ക് സുജൂദിന് താല്പര്യമില്ല. അവരല്ലാഹനെ മറന്നിങ്ങനെ നടക്കുകയാണ്. അവർക്ക് നോമ്പ് ഭാരമാണ്, അവർക്ക് സകാത്ത് ഭാരമാണ്. അല്ലാഹു തആല നേർ പകുതി കൊടുക്കാനല്ല മുതലാളിമാരോട് പറഞ്ഞത്, 25% കൊടുക്കാനുമല്ല പറഞ്ഞത്, 2.5 2.5% കൊടുക്കാനാ പറഞ്ഞത്. ബാക്കി 97% നിന്റെ കീശയിലിട്ടോളാനാണ് അല്ലാഹു പറഞ്ഞത്. അതും കൊടുക്കാൻ മനസ്സില്ലാത്ത എത്രയെത്ര മുതലാളിമാർ. ജീവിതത്തിൽ ഒരിക്കൽ ഒരു ടൂർ പാക്കേജ് സംഘടിപ്പിക്കാനാണ് അള്ളാഹു പറയുന്നത്. നീ ന്യൂയോർക്കിൽ പോയാൽ അള്ളാഹുവിന് വിരോധമില്ല. നീ ഫ്രാങ്ക്ഫർട്ടിലോ അല്ലെങ്കിൽ ദുബൈയിലോ സിംഗപ്പൂരിലോ പോയാൽ പടച്ചവന് വിരോധമില്ല. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കൽ എന്റെ മക്കത്തെ പള്ളി കാണാൻ നിനക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് വന്നുകൂടെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതിനും സാധ്യമല്ലെന്ന് പറയുന്ന എത്രയെത്ര ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൊന്ന് ആലോചിച്ചു നോക്ക്. മനുഷ്യ ജീവിതത്തിന്റെ നിയോഗമെന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്, അള്ളാഹുവിനുള്ള ആരാധനയാണ്. എന്നാൽ ആ ആരാധന ഒരിക്കലും ഒരു ഭാരമല്ല, നമ്മൾക്ക് ബുദ്ധിമുട്ടല്ല. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. അല്ലാഹു ഞെരുക്കം ആഗ്രഹിക്കുന്നില്ല, എളുപ്പമേ അല്ലാഹു ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ അതാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അല്ലാഹു തആല നമ്മൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇതൊരു ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. വാളുകൾ എത്ര പൊടിപൊടിച്ചു, മജ്ലിസുകൾ എത്ര കണ്ടു, എത്ര കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു. അവിടെ നിന്ന് തഖ്വ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വാളുകൊണ്ട് എന്ത് കാര്യമായി? അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കുക. അതിനുശേഷം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ഉപദേശം തരാം. ആരുടെ ഉപദേശമാണിത്? ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ കൈപിടിച്ചിട്ട് എണ്ണി പറഞ്ഞു കൊടുത്ത ഒരു 5 ഉപദേശങ്ങൾ. അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ ആകത്തുക. 5ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റെടുക്കാൻ ഒരുങ്ങി നിന്നോളൂ, ഷെയർ ചെയ്യാൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്ക്. തീർച്ചയായും അതായിരിക്കും ഏറ്റവും വലിയ വിജയം. ഇനി കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിലെ 2227-ാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല, കേട്ടോളൂ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഖാല, മഹാനവർകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമാത്. സ്വഹാബത്തിനോട് അവിടുന്ന് ചോദിച്ചു, മയ്യഖുദു അന്നി, ആരാണ് എന്നിൽ നിന്ന് സ്വീകരിക്കുക? ഹൗലാഇൽ കലിമാത്. ഇനി പറയാൻ പോകുന്ന വാചകങ്ങൾ ആരാണ് സ്വീകരിക്കുക?
നല്ല ശൈലിയിലാണ് അവിടുത്തെ ചോദ്യം. ഞാൻ കുറച്ച് വാക്കുകൾ പറയാൻ പോവാണ്. അത് സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആരാണ്? സ്വീകരിച്ചാൽ മാത്രം പോരാ, ഫയഅമലു ബിഹിന്ന, അതനുസരിച്ചിട്ട് അമൽ ചെയ്യണം, പണിയെടുക്കണം. പണി കുറവാണ്, പ്രസംഗമാണ് കൂടുതൽ അല്ലേ? നമ്മൾക്കെല്ലാം, ഞാൻ അടക്കം പ്രസംഗിക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷേ പ്രവർത്തിക്കാൻ നമ്മളില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര രസമാണ്, പക്ഷേ സ്വയം പ്രവർത്തിക്കാനോ മനസ്സില്ല, പണിയില്ല, പ്രസംഗം മാത്രമാണ്. നാവ് കൊണ്ടുള്ള ജോലിയെ നമ്മൾക്കുള്ളൂ, കൈയനക്കിയിട്ട് പണിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് വഅലുകൾ നാവ് കൊണ്ട് പറയപ്പെടുക മാത്രമല്ല, അത് പ്രവർത്തിക്കാൻ ഒരുക്കമുള്ളവരാണ് വഅല് കേൾക്കേണ്ടത്. ഫയഅമലു ബിഹിന്ന, ഈ വാക്കുകൾ കേട്ടിട്ട് ഇതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ആരാണ്? അതാ ചോദ്യം. പോരാ, ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ഇനിയോ ഇത് മറ്റൊരു റിപ്പോർട്ട്, ഹദീസ് ഉദ്ധരിച്ച മഹാന് സംശയം, ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ ഇതനുസരിച്ച് അമൽ ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാരാണ്? ഇതങ്ങ് ചോദിച്ചപ്പോ ഫഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുത്തോളാം നബിയേ. അതാണ് ഒരാവേശം. ഞാൻ ഏറ്റെടുത്തോളാം, നല്ലത് കേൾക്കുമ്പോഴേക്ക് അതിനൊരാവേശം. ഞാൻ ഏറ്റെടുത്തോളാം നബിയേ. അബൂ ഹുറൈറ ആവേശം കാണിച്ചതുപോലെ ബദരിലെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഅ്മിനേ, നീയും ഒരാവേശം കാണിച്ചാൽ അത് നിനക്ക് ഏറ്റവും നല്ലതാണ്. ഈ പറയുന്ന അഞ്ചും ഞാൻ ഏറ്റെടുത്തോളാമെന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇനിയോ വല്ല വിധേനയും വീഴ്ച വന്നു പോയാൽ തന്നെയും ഒരു നല്ല മനസ്സ് കാണിച്ചതിനുള്ള കൂലിയെങ്കിലും കിട്ടൂലേ? അതുകൊണ്ട് അങ്ങനെ കരുത്. ഈ പറയുന്ന അഞ്ചും ഞാൻ അംഗീകരിച്ചോളാം. ഇനി ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറയാം. ഫഅഖദ ബിയദി, ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് എന്റെ കൈ പിടിച്ചു. എന്നിട്ട് ഫഅദ്ദ ഖംസൻ, 5 കാര്യങ്ങൾ അവിടുന്ന് എണ്ണി പറഞ്ഞു. 5 കാര്യങ്ങൾ. അതിലൊന്ന് കേട്ടോളണേ. ഫഖാല, അവിടുന്ന് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, ഒന്നാമത്തെ കാര്യം, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. വലിയ അമൽ ചെയ്യാനൊന്നും നിനക്ക് ചിലപ്പോ സാധിച്ചില്ലെന്ന് വരാം. മഹാന്മാര് നിസ്കരിച്ചതുപോലെ കുറെ നിസ്കരിക്കാൻ നിനക്ക് സാധിച്ചില്ലെന്ന് വരാം. 18ഉം 20ഉം ഒക്കെ മണിക്കൂർ പണിയെടുത്തിട്ട് അവസാനം അട്ടിയിട്ട കട്ടിലിന്റെ മുകളിൽ എവിടെയോ വന്ന് കിടക്കുമ്പോ ആ ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് നിനക്കെല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മുഅ്മിനേ ഇത്തഖിൽ മഹാരിം, ഫർളായ കാര്യം എന്തായാലും ചെയ്യണല്ലോ. അതിന് പുറമേ നീ ഹറാമുകളൊന്ന് സൂക്ഷിക്ക്, എങ്കിൽ തന്നെ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദ് നീയായിത്തീരും. ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആള് നീയായി മാറും. എപ്പോ? ഹറാം ഒഴിവാക്കിയാൽ തന്നെ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാം ഒഴിവാക്കിയാൽ മതി. ഹറാം തിന്നുന്നത്, ഹറാം കുടിക്കുന്നത്, ഹറാമിലേക്ക് നോക്കുന്നത്, ഹറാം പിടിക്കുന്നത്, ഹറാമിലേക്ക് നടക്കുന്നത്, ഹറാം ചിന്തിക്കുന്നത്, ഇതൊന്നും ഒഴിവാക്കിയാൽ തന്നെ മതി. നീ വലിയ ആബിദായി മാറും. ഇതൊരു വലിയ ഉപദേശമാണ്. പക്ഷേ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷെ ഹറാമ് വന്നു ചേരുന്നതിനൊന്നും ആർക്കും ഒരു ചിന്തയുമില്ല. അന്യന്റെ മുതൽ വെട്ടിപ്പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സാധുക്കളുടെ അരിയിൽ കൈയിട്ട് വാരുന്നതിന് ഒരു കുഴപ്പമില്ല. യതീമിന്റെ മുതൽ പൊള്ളുന്ന മുതലല്ലേ, പൊതുമുതൽ പൊള്ളുന്ന മുതലല്ലേ, അത് വെട്ടിപ്പിടിക്കുന്നതിനുണ്ടോ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. അഴിമതി കൊടികുത്തി വാഴുന്ന ലോകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാമിൽ ചെന്ന് ചാടുന്നത് സൂക്ഷിക്കുക. മഹാന്മാരായ ആളുകൾ എത്ര സൂക്ഷ്മത കാണിച്ചു.
ഞാൻ ഓർത്തുപോകുന്ന മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആണുങ്ങളെ, സഹോദരന്മാരെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ചിലപ്പോ എന്റെ മജ്‌ലിസിൽ. അതുപോലെ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആരുടെയെങ്കിലും ശരീരം തടിച്ചത് ഹറാമിന്റെ മുതൽ തിന്നിട്ടാണെങ്കിൽ നരകമാണവൻ ഏറ്റവും അനുയോജ്യമെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിഹിതമായത് തിന്നല്ല, ഹറാമായത് വെട്ടിപ്പിടിക്കല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു ദിവസം ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഭാര്യ മഹാനവർകളോട് ഷെയർ ചെയ്തു എന്തോ ഒരാഗ്രഹം. എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ കൊതിയുണ്ട് ഭർത്താവേ എന്ന ഒരു മോഹം പ്രകടിപ്പിച്ചു. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുന്നേ കച്ചവടം ചെയ്ത മഹാനാ. പക്ഷേ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം തലമുതിർന്ന സ്വഹാബിയായ മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ ഖലീഫയോട് പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് പോവാൻ പാടില്ല. മുസ്ലിമീങ്ങൾ നിങ്ങളെയും അന്വേഷിച്ചു വരും, അവരുടെ കാര്യങ്ങൾ പറയാൻ, അവരുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ട ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയാൽ ജനങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട റേഷൻ ബൈത്തുൽ മാലിൽ നിന്ന് ഞങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു. ആ ഗോതമ്പ് കൊണ്ടാണ് മഹാനവർകൾ ജീവിച്ചത്. പട്ടിണി മാറാൻ മാത്രമുള്ള വിഹിതമേ കണക്കാക്കപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഒരു ദിവസം പറയുന്നത്, എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ കൊതിയാകുന്നു. മഹാനവർകൾ ചോദിച്ചു, പെണ്ണേ കാശെവിടെ, അത് വാങ്ങാനുള്ള കാശെവിടെ എന്ന് ചോദിച്ചു. രണ്ടുപേരുടെയും സംസാരം അവിടെ തീർന്നു. കാശില്ലെങ്കിൽ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഖലീഫ ഇശാ നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ കുറച്ച് വെള്ളിക്കാശ് എടുത്തിട്ട് ഖലീഫയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞ ആഗ്രഹം സാധിക്കുന്നതിനുള്ള മുതല് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ നാളെ ഒന്ന് വാങ്ങിയാൽ മതി. കുറച്ച് വെള്ളിക്കാശ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. മഹാനായ ഖലീഫ ആ വെള്ളിക്കാശ് ഇങ്ങനെ വാങ്ങി അതിലേക്ക് നോക്കും, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കും. ഭാര്യക്ക് മനസ്സിലായി ഭർത്താവിന് എന്തോ ഒരു ബേജാറ് കുടുങ്ങിയിട്ടുണ്ട്. ഭാര്യ പറഞ്ഞു, ഇത് ഹറാമായ മുതലല്ല ഭർത്താവേ, ആരാന്റത് വെട്ടിപ്പിടിച്ചതല്ല, അന്യന്റെ മുതൽ തട്ടിപ്പറിച്ചതല്ല, ഇത് പൊതുമുതൽ കൊണ്ടുവന്നതല്ല, ഇത് ഹലാലായ മുതലാണ്. എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞു കൊടുത്ത വലിയ ഒരു സത്യം, നമ്മുടെ പട്ടിണി മാറ്റാൻ വേണ്ടി ഖജനാവിൽ നിന്ന് തരുന്ന ഗോതമ്പ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുമ്പോ ഓരോ ദിവസവും ഞാൻ ഓരോ പിടി മാറ്റിവെക്കും. ഒരു പിടി ഗോതമ്പ് ഞാൻ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് കിട്ടിയ ഗോതമ്പ് ഞാൻ ഇന്ന് അയൽക്കാരിക്ക് വിറ്റു ഭർത്താവേ. ആ അയൽക്കാരി തന്ന വെള്ളിക്കാശാണ് അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതിൽ പിന്നെ എന്താ സംശയം? ബൈത്തുൽ മാലിൽ നമ്മൾക്ക് കിട്ടിയ ഗോതമ്പല്ലേ, അത് നമ്മുടെ ഭക്ഷണത്തിൽ കുറവ് വരുത്തിയിട്ട് ഭാര്യ സമ്പാദിച്ചതല്ലേ. പക്ഷേ മഹാനായ ഖലീഫ ഗദ്ഗദ കണ്ഠനായിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ല പെണ്ണേ, ബൈത്തുൽ മാലിൽ നിന്ന് നമ്മൾക്ക് അനുവദിച്ചു തന്ന ഗോതമ്പ് പട്ടിണി മാറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓരോ പിടി കുറച്ചിട്ട് റൊട്ടി ഉണ്ടാക്കിയിട്ടും എന്റെയും നിന്റെയും പട്ടിണി മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ബാക്കിയുള്ളത് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നീ പറഞ്ഞ സാധനം വാങ്ങിത്തരുക? ഇതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഇവിടെ വിഭവങ്ങൾ ഉണ്ടാക്കുക? എനിക്ക് പേടിയാവുന്നു. ഈ വെള്ളിക്കാശും എന്റെ തലയണയുടെ ചുവട്ടിൽ വെച്ച് കിടന്നുറങ്ങിയാൽ നാളെ നേരം പുലരുമ്പോ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഖലീഫയുടെ ജനാസയാണെങ്കിൽ അഴിമതി കാണിച്ച ഭരണാധികാരിയായിട്ട് ഞാൻ എന്റെ നേതാവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് മുനിഞ്ഞ് കത്തുന്ന ലാന്തർ വിളക്കുമെടുത്ത് ഖജനാവിന്റെ കാവൽക്കാരനെ തട്ടി വിളിച്ചിട്ട് ആ വെള്ളിക്കാശ് അവിടെ വരവ് വെപ്പിച്ച മഹാനാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അവർ ഹറാമ് പേടിച്ചവരാ. നമ്മൾക്ക് വല്ല ചിന്തയുമുണ്ടോ? മഹാനായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വറല്ലാഹു മർഖദഹു, എവിടെ ചെന്നുമ്പോഴും ഏത് ഭക്ഷണം കൊടുത്താലും അതിന്റെ സ്വീകാര്യത പഠിച്ചിട്ടേ കഴിക്കാറുള്ളൂ. ഗൃഹപ്രവേശനത്തിന് ചെന്നാൽ ആ വീട് കാണുമ്പോ ശൈഖുന ചോദിക്കും, അത്രേ നിന്റെ വരുമാനം എത്രയാണ്? ഈ വീടിന് ചെലവായ കാശ് എത്രയാണ്? വരവും ചെലവും പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കണ്ണിയൻ പറയും, നിന്റെ കുടിയിരിക്കലിന് എന്നെ നോക്കണ്ട, ഇതിന് വേറെ ആളെ നോക്കോ, എനിക്കിതിന് കഴിയില്ല. ആ നിലയിൽ സൂക്ഷ്മത കാണിച്ചു അവർ. ഹറാം കയ്യിൽ വന്നു പോകുന്നതിനെ വല്ലാതെ പേടിച്ചു. 10 മത്തി കിട്ടേണ്ടത് 11 കിട്ടിയപ്പോ കണ്ണിയത്തോറ് ആ കൂടുതലുള്ള ഒന്നും കൊണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വന്നത് നമ്മൾക്കൊരു തമാശയായി തോന്നിയോ? കടക്കാരനോട് ചോദിച്ചു, എന്താ ഒന്ന് കൂടുതൽ? കടക്കാരൻ പറഞ്ഞു, അത് ഉസ്താദിന് എന്റെ വക ഒന്ന് വെറുതെ തന്നതാണ്, എന്നാൽ വെറുതെ തരുമ്പോ അത് എന്നോട് പറയണ്ടേ എന്ന് ചോദിച്ച മഹാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്ക്. അവർ ഹറാമ് വയറ്റിൽ ചെല്ലുന്നത് സൂക്ഷിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ടിട്ട് നടക്കാൻ കഴിയാതെ ആളുകളൊക്കെ മരത്തണലിൽ കയറി വിശ്രമിക്കുമ്പോ കൂടെയുള്ളവർ ചോദിച്ചു, അബൂ ഹനീഫ തങ്ങളോട്, നിങ്ങൾ മാത്രം എന്താണ് മരത്തണലിലേക്ക് വരാത്തത്? നിങ്ങൾ മാത്രം എന്തേ വെയിലത്തു തന്നെ നിൽക്കുന്നത്? അബൂ ഹനീഫ തങ്ങളുടെ മറുപടി, ഈ മരം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ എന്നിൽ നിന്ന് ചെറിയ ഒരു സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ മരത്തിന്റെ തണലിൽ ചെന്ന് നിന്നാൽ അത് അവനിൽ നിന്ന് പറ്റുന്ന പലിശയായി പോകുമോ എന്നെനിക്ക് ഭയമാണെന്ന് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവർ ചിന്തിക്കുന്ന ചിന്ത എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്താണ്? എന്തായാലും വേണ്ടില്ല, കിട്ടുന്നതൊക്കെ തിന്നുകയാണ്. സാധുക്കൾക്ക് കൊടുക്കേണ്ട ചില്ലിക്കാശിന് വിൽക്കേണ്ട അരി അവർക്ക് കൊടുക്കാതെ മറിച്ചു വെക്കുക 20-നും 25-ഉം രൂപക്കൊക്കെ, എന്നിട്ട് കുടുംബം പുലർത്തുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ പോലുള്ളവരോട് പറയുകയാണ്, ഹറാമ് തിന്നാൻ സാധിക്കുമോ? ഇതാരെങ്കിലും പറഞ്ഞു തന്നെങ്കിലല്ലേ ബോധ്യമാവൂ. ഇതുവരെ ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇനി അങ്ങനെ ചെയ്യാതിരുന്നുകൂടെ? 2 രൂപക്ക് കൊടുക്കേണ്ട അരി സാധുക്കൾ വന്ന് ചോദിക്കുമ്പോ ഈ മാസം അരി വന്നിട്ടില്ലെന്ന് പറയുക. മാസം 31 കഴിഞ്ഞ് 1 ആയാൽ ചില ആളുകളെ വിളിച്ചിട്ട് 20-നും 25-നും ഒക്കെ മറിച്ചു വിൽക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പൊതുമുതൽ വെട്ടിത്തുന്നുന്ന ആളുകൾ, ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നവർ സഗൗരവത്തിൽ ആലോചിക്കണ്ടേ? ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോ ആർക്കെങ്കിലും ഒക്കെ വിഷമം തോന്നിയാലും പിന്നീട് നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹറാം സൂക്ഷിക്ക്. ഇത്തഖിൽ മഹാരിം, ഹറാമിൽ ചെന്ന് ചാടുന്നത് സൂക്ഷിക്ക്. എങ്കിൽ തകുൻ അബദന്നാസ്, നീ തന്നെയായിരിക്കും വലിയ ആബിദ്. കള്ളു കുടിക്കുന്ന ആളുകൾ, പാൻ മസാല ചവക്കുന്ന ആളുകൾ, ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്ന ആളുകൾ നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു ഗ്ലാസ് കള്ളിന്റെ ദുരന്തം അയാൾക്കറിയുമോ? ഒരിത്തിരി പ്രാൻ മസാലയുടെ, ഒരിത്തിരി ബ്രൗൺ ഷുഗറിന്റെ ദുരന്തം അയാൾക്കറിയുമോ? ഇമാം ഹാക്കിം തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരുത്തൻ കള്ള് തന്റെ വായിലേക്ക് അങ്ങ് വെക്കുമ്പോഴേക്ക് നുസിഅ മിൻഹുൽ ഈമാൻ, ഈമാൻ അവന്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് ഊരിപ്പോയി. കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി. ഇന്ന് വഅലും കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന പണി ഈ ബട്ടൺ അടിച്ചിട്ട് തലയിലൂടെ ഇതങ്ങൂരിയിടലാണ്. എങ്ങനെയാണോ ഈ നീളക്കുപ്പായം തലയിലൂടെ ഊരുന്നത്, അതുപോലെ ഒരു മനുഷ്യന്റെ വായിലേക്ക് കള്ളിന്റെ ഒരംശം അങ്ങ് ചെല്ലുമ്പോഴേക്ക് ഈമാനങ്ങൂരിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കാറുണ്ടോ? ന്യൂ ഇയറിന് കള്ളു കുടിക്കണം, ബർത്ത്ഡേക്ക് കള്ളു കുടിക്കണം, വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് കള്ളു കുടിക്കണം, കമ്പനി ചേർന്നാൽ കള്ളു കുടിക്കണം, ഗൾഫിൽ നിന്ന് വരുമ്പോ കൂട്ടുകാർക്ക് മുമ്പൊക്കെ കൊടുക്കാൻ കൊണ്ടുവന്നത് 1 സെന്റിന്റെ കുപ്പിയാണെങ്കിൽ ഇന്ന് കൊണ്ടുവന്നത് മനോഹരമായ ബോട്ടിലിൽ ഒളിപ്പിച്ചു വെച്ച മദ്യമല്ലേ പലരും കൊണ്ടുവന്ന് കൊടുക്കുന്നത്.
ബ്രൗൺ ഷുഗറുമായി പിടിയിലാകുന്നതാരാ? മലപ്പുറത്തെയും കാസർകോട്ടെയും കോഴിക്കോട്ടെയും വയനാട്ടിലെയും ഒക്കെ നല്ല ചുറുചുറുക്കുള്ള മുസ്ലിം ചെറുപ്പക്കാരല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തങ്ങിറങ്ങിയപ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് ചാടി എണീറ്റിട്ട് ഇൻതഹൈനാ ഇൻതഹൈനാ, ഞങ്ങൾ വലിച്ചെറിഞ്ഞു നബിയെ, ഞങ്ങൾ വലിച്ചെറിഞ്ഞു. തിരിച്ചു ഓരോരുത്തരും വീട്ടിലേക്ക് ഓടിയിട്ട് മദ്യത്തിന്റെ പീപ്പകൾ പൊട്ടിച്ചിട്ട് മദീനത്തെ തെരുവിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകി എന്നാണ് ചരിത്രം. അങ്ങനെ മദ്യം വലിച്ചെറിഞ്ഞ സൗദി അറേബ്യയിലേക്ക് കക്ഷത്ത് തിരികെ വെച്ച പാൻ മസാലയുടെ ബ്രൗൺ ഷുഗറിന്റെ കെട്ടുമായിട്ട് വിമാനമിറങ്ങുന്ന കാസർകോട്ടുകാരൻ, കോഴിക്കോട്ടുകാരൻ, മലപ്പുറത്തുകാരൻ എന്താ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണെന്നാണോ? ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണെന്നാണോ? ഹറാമിന്റെ കച്ചവടം നടത്തിയിട്ട് കുടുംബം പോറ്റി. ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു സഹോദരൻ വന്ന് ചെവിയിൽ പറഞ്ഞു, എന്റെ മോന് ദുബൈയിൽ ജയിലിലാണ്, ഒന്ന് ദുആ ചെയ്യണം. ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം നിസ്സഹായനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങയുടെ മകൻ ജയിലിലായത്? അയാൾ പറഞ്ഞു, അത് കുറച്ച് മോശമായ കേസാണ് ഉസ്താദേ. എന്നാലും എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു തന്ന കഥ എന്താണെന്നറിയോ? നാട്ടിൽ സ്വന്തം ഭാര്യയെ തനിച്ചാക്കിയിട്ട് അറബ് നാട്ടിൽ പോയി 2-3 കൊല്ലം അട്ടിയിട്ട കട്ടിലിന്റെ മുകളിൽ മൂട്ടയുടെ കടിയും കൊണ്ട് വിഷമത്തോടെ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഏതൊക്കെയോ മദാമ്മ പെണ്ണുങ്ങൾ തുണിയുരിയുന്ന വീഡിയോകൾ കാസറ്റിലാക്കിയിട്ട് വിൽപ്പന നടത്തലാണ് ഇയാളുടെ പണി. നീലചിത്രം വിൽക്കലാണ് അവിടെയും ഇവിടെയും ചെന്നിട്ട്. അങ്ങനെ ഉള്ളിലായതാണ്. ഹറാം സമ്പാദിക്കുന്നതിന് ഭയമില്ലാതായിരിക്കുന്നു, തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് ഒരു പേടിയുമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് മൂമിനെ, വലിയ പുണ്യമൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ ഒഴിവാക്കുക, ഹറാമിൽ ചെന്ന് ചാടുന്നതൊന്ന് സൂക്ഷിക്കുക. മഹാന്മാരായ ആളുകൾ, എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ബാപ്പ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരിക്കലും ചിരിച്ചിട്ടില്ല കേട്ടോ. ഒരിക്കലേ ഫാത്തിമ കുട്ടിയുടെ മുഖത്ത് പുഞ്ചിരി വന്നിട്ടുള്ളൂ. അതെപ്പോഴാണെന്നറിയോ? ഒരു ദിവസം ഫാത്തിമ ബീവി വല്ലാതെ കരഞ്ഞു. കൂടെ ഇരിക്കുന്നവർ ചോദിച്ചു, എന്തിനാ ഫാത്തിമ ബീവിയെ അങ്ങിങ്ങനെ കരയുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞു, ജീവിതകാലത്തൊരിക്കൽ പോലും എന്റെ ശരീരം അന്യ പുരുഷന്മാർ കണ്ടിട്ടില്ല. കണ്ടവരുടെ കൂട്ടമൊക്കെ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വിടുക. ഒരു ലജ്ജയുമില്ലാതെ കണ്ടവരുടെ കൂടെ നടക്കുക, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പാഞ്ഞു ചെല്ലുക. ഇങ്ങനെയൊക്കെ ആയി മാറിയില്ലേ പെണ്ണുങ്ങളെ നമ്മുടെ അവസ്ഥ? എന്തൊരഭിമാനമുള്ള നാടാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഫാത്തിമ ബീവി വല്ലാതെ കരഞ്ഞു. എന്തിനാ ഫാത്തിമ കരഞ്ഞത്? ജീവിതകാലത്തൊരൊറ്റ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. എന്റെ ശരീരത്തിന് എത്ര വണ്ണമുണ്ടെന്ന് ഒരാണും ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത കാലത്തെങ്ങാണ്ട് എന്റെ മരണം നടന്നാൽ, എന്റെ മയ്യിത്ത്, എന്റെ ജനാസ കട്ടിലിന്റെ മേലെ കിടത്തിയിട്ട് പലകയുടെ മുകളിൽ വെച്ചിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അന്ന് മയ്യിത്ത് കട്ടിലെന്ന് പറയുന്നത് തുറസായുള്ള ഒരു പലക കഷ്ണമായിരുന്നു. ആ പലകയുടെ മുകളിൽ എന്നെ കിടത്തിയിട്ട് കൊണ്ടുപോകുമ്പോ 4 ഭാഗത്തും നിൽക്കുന്ന ആളുകൾ ഫാത്തിമ കുട്ടിയുടെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ? എന്റെ കാലിന്റെ വണ്ണം, എന്റെ വയറിന്റെ വണ്ണം, എന്റെ മുഖത്തിന്റെ വണ്ണം നാട്ടുകാര് കാണൂലേ? ഇതോർത്തിട്ടാണ് ഫാത്തിമ കരയുന്നതെന്ന് പറഞ്ഞപ്പോ കൂടെ നിൽക്കുന്ന ആരോ പറഞ്ഞു, അതിനങ്ങ് വിഷമിക്കണ്ട, അതിന് പരിഹാരമുണ്ട്. ആ മയ്യത്തു കട്ടിലിന്റെ 4 ഭാഗത്തും ഒരു പലക വെച്ചടിച്ചാൽ അതൊരു മറയുള്ള കട്ടിലായി മാറൂലേ? അങ്ങയെ കൊണ്ടുപോകാൻ ഞങ്ങൾ അങ്ങനത്തെ കട്ടിലുണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമയുടെ കവിളത്ത് നുണക്കുഴി വിരിഞ്ഞ് ഫാത്തിമ ബീവി പുഞ്ചിരി തൂകിയതെന്ന് ചരിത്രം പറയുന്നു. ഒരു ജീവിതത്തിന്റെ നിലവാരം. എന്റെ സഹോദരിമാരെ, എവിടെയും ഇറങ്ങിച്ചെല്ലുന്നതിനുണ്ടോ മടി?
ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുണ്ടോ മടി? കല്യാണ വീട്ടിൽ എവിടെ ചെന്ന് നിൽക്കുന്നതിനുണ്ടോ മടി? രാവിലെ അങ്ങാടിയിൽ ഇറങ്ങിയാൽ അങ്ങും ഇങ്ങും തലങ്ങും വിലങ്ങും നടക്കുന്ന സഹോദരിമാരെ, നമ്മൾ ആരാണെന്ന് ഓർക്കാറുണ്ടോ? നമ്മുടെ ജീവിത നിലവാരം എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ ഉപദേശം, ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ സൂക്ഷിക്ക്, ഹറാമിൽ ചെന്ന് ചാടുന്നത് സൂക്ഷിക്ക്. തകുൻ അഅബദന്നാസ്, എങ്കിൽ നീ തന്നെയായിരിക്കും വലിയ ആബിദ്. ഇത് ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ, ഇതൊരു വലിയ ഉപദേശമാണ്. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല ഇത് വലുതായത്, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപദേശമാണ്. ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എൻ്റെ മഹല്ലിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. ഞാനവിടെ ജമാഅത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. കുറച്ച് വേഗം എനിക്ക് തിരിച്ചു പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാതെ നീട്ടി പറയുന്നില്ല. അല്ലാഹു തആല ആ മാന്യ സഹോദരന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒന്ന് നിങ്ങൾ കേട്ടല്ലോ, ഒരു ഉപദേശം നിങ്ങൾ കേട്ടല്ലോ. രണ്ടാമതായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം 2, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. ഒന്നാമത് നിങ്ങൾ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിച്ചോ അതിലും കൂടുതൽ കുറച്ച് ഗൗരവം കൊടുക്കണം ഈ വിഷയം കേൾക്കുമ്പോൾ. ഇത് നമ്മുടെ ജീവിതവുമായി വല്ലാതെ ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. എന്താ അവിടെന്ന് പറയുന്നത്? അബൂ ഹുറൈറ, വർള, നീ പൊരുത്തപ്പെടണം അബൂ ഹുറൈറ, ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് കണക്കാക്കിയത് എന്താണോ അതുകൊണ്ട് നീ പൊരുത്തപ്പെടണം. അല്ലാഹു എല്ലാവരെയും ഒരുപോലെയാക്കിയാൽ പിന്നെ ഈ ലോകത്തിന് എന്താണ് അർത്ഥമുള്ളത്? എല്ലാവരും ഒരേപോലെ ആയാൽ ഇവിടെ പണിക്കാരനില്ല, പണക്കാരനില്ല, ഇവിടെ ആലിമില്ല, ഇവിടെ ജാഹിലില്ല. എല്ലാരും ഒരുപോലെ ആയാൽ പിന്നെ എന്താ ഇവിടെ രസം? ഒന്നും ഒരു രസവുമില്ല. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കിയത് കൊണ്ട് പൊരുത്തപ്പെട്. എന്നാൽ തകുൻ അഗ്നന്നാസ്, നീ തന്നെയായിരിക്കും ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവൻ. നമ്മൾ പറയുന്ന ഐശ്വര്യമുള്ള ആളുകൾ ആരാന്നറിയോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവർ. അവിടെ ബിസിനസ്, ഇവിടെ ബിൽഡിങ്, അവിടെ ലോഡ്ജ്, ഇവിടെ ഫ്ലാറ്റ്, അങ്ങനെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളെ കുറിച്ച് നമ്മൾ പറയും വലിയ ഐശ്വര്യമുള്ള ആളാണ്, വലിയ ഭാഗ്യവാനാണ് എന്ന് നമ്മൾ പറയും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യഥാർത്ഥത്തിൽ ഭാഗ്യം കിട്ടണമെങ്കിൽ, ഐശ്വര്യം കിട്ടണമെങ്കിൽ ആ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാൻ സാധിക്കണം. മനസ്സിലായില്ല? ഞാനൊന്ന് വിശദീകരിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഒരു വലിയ സമ്പന്നനുണ്ട് എന്ന് വിചാരിക്ക്. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ലല്ലോ പറയുന്നത്. ആ മനുഷ്യന്റെ ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അയാൾ ഇന്ന് ദുബൈയിലാണ്, നാളെ അയാൾക്ക് ഖത്തറിൽ പോവണം, മറ്റന്നാൾ അയാൾക്ക് ചൈനയിൽ പോയി പർച്ചേസ് നടത്തണം, അതിന്റെ പിറ്റേന്നൊന്ന് ബോംബെയിൽ വരണം. അയാൾക്ക് അയാളുടെ ഭാര്യയെ കാണാൻ സമയം കിട്ടാറില്ല. അയാളുടെ കുഞ്ഞുമോനെ മടിയിലിരുത്തിയിട്ട് അവന്റെ കവിളത്തൊരു മുത്തം കൊടുക്കാൻ അയാൾക്ക് സമയം ലഭിക്കുന്നില്ല. അയാൾ എപ്പോഴും പറയുന്നത് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നാണ്. ഒരു ദിവസം നമ്മൾ കേട്ടു, ഇന്ന് മുതലാളി മരിച്ചിരിക്കുന്നു. അയാൾ ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടേ ഉള്ളൂ. ജീവിക്കാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല, അതിനു മുന്നേ അയാൾ മരിച്ചു പോയിരിക്കുന്നു. ആരോഗ്യമുള്ള സമയം മുഴുവനും അയാൾ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇന്ന് കച്ചവടം, നാളെ അവിടെ പോകണം, ഇവിടെ പോകണം. അയാൾക്ക് ഉമ്മയെ പോയി കാണാൻ സമയം കിട്ടിയില്ല, ബാപ്പയുടെ അടുത്ത് നിൽക്കാൻ സമയം കിട്ടിയില്ല, ഭാര്യക്ക് കൊടുക്കേണ്ടത് മുഴുവനും കൊടുക്കാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. അയാൾ വിചാരിച്ചു ഇക്കൊല്ലവും കൂടെ അങ്ങനെ അങ്ങ് പോകട്ടെ. പക്ഷേ അയാൾ വിചാരിച്ചു എല്ലാ നാളെയും എനിക്കുള്ളതാണെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ ഒരു നാളെ അയാൾക്ക് വേണ്ടി നമ്മൾക്കുള്ളതായിരുന്നല്ലോ. ഖബർ കുഴിക്കാൻ, കുറെ ആള് തുണി വാങ്ങാൻ, വേറെ കുറച്ച് പേര് അയാളെ വഹിച്ചു കൊണ്ടുപോവാൻ, വേറെ കുറച്ച് ആള് നിസ്കരിക്കാൻ. നമ്മൾക്കുള്ളതാണ്, അയാൾക്കുള്ളതല്ല. അയാൾ ജീവിക്കുന്നതിന് മുന്നേ മരിച്ചു പോയിരിക്കുന്നു. എന്താ അയാൾ നേടിയത്? ഒന്നും നേടിയില്ല. സമ്പാദ്യ മുതലിൽ നിന്നു 3 അക്ഫാന,
അയാൾക്ക് കൊണ്ടുപോവാൻ നമ്മളാകെ കൊടുത്തത് ഒരിക്കലും മോഡൽ മാറാത്ത, ഒരിക്കലും വില അധികം കൂടാത്ത, ആരും തിരഞ്ഞു നോക്കാത്ത, ഏത് തുണിക്കടയിലും ഡിസ്പ്ലേക്ക് വെക്കാത്ത കുറച്ച് തുണിക്കെട്ടുകളുണ്ട്. ആ തുണിക്കെട്ടിൽ നിന്ന് 3 കഷ്ണം തുണിയാണ് അയാൾ കൊണ്ടുപോയത്. അയാളുടെ ലക്ഷ്യം ഇവിടെ ബാക്കിയാണ്, അയാളുടെ കോടിയും ഇവിടെ ബാക്കിയാണ്. ഒന്നുമില്ല, അയാൾ ജീവിക്കുന്നതിന് മുന്നേ മരിച്ചു പോയിരിക്കുന്നു. ഇനിയോ ഇവിടെ വേറൊരു മനുഷ്യനുണ്ട്. അയാൾ രാവിലെ കാസർകോട്ട് അങ്ങാടിയിൽ ചുമടെടുക്കാൻ പോകും. രാവിലെ പോകും അയാള്, വൈകുന്നേരം വരെ ചുമടെടുത്താൽ പലരും കൊടുക്കുന്ന കാശ് അവസാനം എണ്ണി നോക്കിയാൽ ഒരു 500 രൂപ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അയാൾ ഒരു 200 രൂപക്ക് സാധനങ്ങൾ വാങ്ങി, 100 രൂപക്ക് ബേക്കറിയിൽ പോയിട്ട് കുഞ്ഞുമോന് കുറച്ച് ചോക്ലേറ്റും അതും ഇതൊക്കെ വാങ്ങി. എന്നിട്ടും അയാളുടെ കീശയിൽ 200 ബാക്കിയാണ്. അയാള് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്ക് ഭാര്യ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അയാൾ അതിലൊന്ന് നന്നായി കുളിച്ചപ്പോഴേക്ക് മഗ്‌രിബ് ബാങ്ക് വിളിച്ചിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ചായയും കുടിച്ച് തന്റെ മക്കളെ വലത്തും ഇടത്തും ഇരുത്തിയിട്ട് അയാൾ അറിയുന്ന കഥ പറഞ്ഞു കൊടുത്തു. അയാൾ പഠിച്ച പാട്ട് പാടിക്കൊടുത്തു. ഒരു മോനെ കൈത്തണ്ടയിൽ കിടത്തിയിട്ട് ഉറക്കി, മറ്റേ മോളെ നെഞ്ചത്ത് കിടത്തിയിട്ട് താരാട്ട് പാടി ഉറക്കി. അയാൾക്ക് ബേജാറില്ല, വെപ്രാളമില്ല. കാരണം അയാൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അല്ലാഹ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്, കുറച്ചൊക്കെ ജീവിക്കും മോനെ. നീ ഇങ്ങനെ പാഞ്ഞു നടക്കല്ല. ഇതിനർത്ഥം കച്ചവടം ചെയ്യേണ്ടെന്നല്ല, നിന്റെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. നീ അല്ലാഹ് തന്നത് കൊണ്ട് പൊരുത്തപ്പെട്. അങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാലത്തോളം ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാവൂല. സമാധാനം വേണോ? അല്ലാഹ് തന്നത് കൊണ്ട് പൊരുത്തപ്പെട്. ഒരൽഹംദുലില്ലാ പറയാൻ സാധിക്കണോ? അല്ലാഹ് തന്നത് കൊണ്ട് പൊരുത്തപ്പെട്. അല്ലെങ്കിൽ ഒരൽഹംദുലില്ലാ പറയാൻ നിനക്ക് ജീവിതത്തിൽ സാധിക്കൂല. ഞാൻ വലിയ ലോക വിവരമൊന്നുള്ള ആളല്ല, എന്നാൽ കുറച്ച് ലോകത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷുകാരന്റെ കൈ പിടിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഹലോ ഹൗ ആർ യു എന്ന് അയാളോടൊന്ന് ചോദിച്ചു നോക്കൂ. അയാൾ ഉടനെ പറയും ഫൈൻ എന്ന് പറയും. അയാൾക്ക് വിഷമങ്ങൾ ഉണ്ടാവും, അയാൾക്ക് രോഗമുണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും. പക്ഷെ അയാൾ നമ്മുടെ കൈ പിടിച്ചിട്ട് അയാൾ പറയും ഫൈൻ എന്ന് പറയും. ഒരു അറബിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അയാൾ ഉടനെ തന്നെ പറയും ത്വയ്യിബ് അല്ലെങ്കിൽ സൈൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും അയാൾ. ഇനി നിങ്ങളൊരു മലയാളിയുടെ കൈ പിടിക്കുക, എന്നിട്ട് ആ മലയാളിക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊന്ന് ചോദിച്ചു നോക്കും. എന്ത് വിശേഷം, അങ്ങനെ പോണു, ആ മുട്ടുവേദനക്ക് ഒരു കുറവില്ല, കച്ചവടം വളരെ ഡൗൺ ആണ്, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം. ഈ പ്രശ്നം ചോദിക്കുന്ന തീർക്കാനാണോ ഞാൻ നിന്നോട് വിശേഷം ചോദിച്ചത്? എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതല്ലേ സുഹൃത്തേ? നീ നിന്റെ വിഷമങ്ങളുടെ കെട്ടൊക്കെ എന്റെ അടുത്ത് അയച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. നീ തന്നെ നിന്റെ കുഴപ്പങ്ങൾ 4 പേരെ അറിയിച്ചു എന്നല്ലാതെ വേറെ എന്താ കാര്യം? ഒരൽഹംദുലില്ലാ പറയാൻ നമ്മൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹ് തന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിലൂടെ പറയുകയാണ്. ഇനി ഞാനൊന്നുകൂടെ പറയട്ടെ, ഈ ഇരിക്കുന്ന നമ്മളിൽ അധിക പേരും കടക്കാരാണ്. അധികം ആളുകളും കടക്കാരാണ്. നീ താമസിക്കുന്ന വീടിന്റെ ആധാരം എവിടെ എന്നൊന്ന് ഒരാളോട് ചോദിച്ചു നോക്കൂ. സ്വകാര്യമായിട്ട് അയാൾ പറയും അത് ഇന്ന ബാങ്കിലാണ്. നികുതി ഷീറ്റ് എവിടെ? അത് ഇന്ന സൊസൈറ്റിയിലാണ്. ഭാര്യയുടെ സ്വർണം എവിടെ? അത് ഇന്ന കടയിൽ പണയത്തിലാണ്. ഒക്കെ നമ്മൾ പണയത്തിലും അവിടെ ഇവിടെയൊക്കെയാണ്. എന്തിന്? മകന് മരുന്ന് വാങ്ങാനാണോ ആധാരം പണയം വെച്ചത്? ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, എന്നെ കുറിച്ചാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ നികുതി ഷീട്ട് പണയം വെച്ചത് എന്തിനു വേണ്ടിയാണ്? ഭാര്യയുടെ പ്രസവം നടത്താനല്ല. അധികം ആളുകളും, എല്ലാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അധികം ആളുകളും നമ്മുടെ മോഹങ്ങൾ സാധിക്കാനാണ്. വീട്ടുമുറ്റത്ത് ഇന്റർലോക്ക് പതിക്കാൻ, 2ാം നിലയുടെ പണിയെടുക്കാൻ, ഈ 2 വീലർ ഒന്ന് മാറ്റിയിട്ട് ഒരു 4 വീലാക്കാൻ. എന്നിട്ട് നമ്മൾ 4 വീല് കിട്ടിയപ്പോ എന്റെ വണ്ടി പാസ് ചെയ്തു പോകുന്ന വണ്ടി ഞാൻ സൂക്ഷിച്ചു നോക്കും. എന്നിട്ട് ഞാൻ പറയും അടുത്തത് എനിക്ക് അതൊന്ന് വാങ്ങണം. മോഹങ്ങളുടെ ചിറകിലേറി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മൾ.
പക്ഷേ ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു ഹസ്ലതാനി മൻ കാനതാ ഫീഹി, രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ കതബഹുല്ലാഹു ശാകിറൻ വസാബിറാ, അള്ളാഹു അവനെ കുറിച്ച് രേഖപ്പെടുത്തും, അവൻ ഷാക്കിറാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തും. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ, വസാബിറാ അവൻ ക്ഷമയുള്ളവനാണെന്ന് അള്ളാഹു എഴുതി വെക്കും. രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ, ഇനിയോ വമല്ലം തകൂനാ ഫീഹി, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിലില്ലെങ്കിലോ ലം യക്തുബുഹുല്ലാഹു സാബിറൻ വലാ ഷാക്കിറാ, അള്ളാഹു അവൻ സാബിറാന്നും എഴുതൂല ഷാക്കിറാണെന്നും എഴുതൂല. അവന് നന്ദി കെട്ടവനാണ്, അവന് സഹനമില്ലാത്തവനാണ്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? കേട്ടോളണേ, ഇതൊക്കെ വലിയ ഉപദേശമാണ്. മന്നദറ ഫീ ദീനിഹി, ഒരാൾ അവന്റെ ദീനിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഇലാ മൻ ഹുവ ഫൗഖഹു, തന്നേക്കാൾ മേലെയുള്ളവരെ. ഏത് കാര്യത്തിൽ? ദീനിന്റെ കാര്യത്തിൽ നോക്കേണ്ടത് ആരെയാണ്? തന്നേക്കാൾ മേലെയുള്ളവരെ. പള്ളിയിലെ ഉസ്താദ് കണ്ടോ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ നിസ്കരിക്കണം. ഇമാം ഷാഫി തങ്ങൾ എല്ലാ ദിവസവും ഒരു ഖത്മ ഖുർആൻ ഓതാറുണ്ട്, അതുകൊണ്ട് ഒരു ഖത്മൊന്നും കഴിയൂലെങ്കിലും ഒരു പേജെങ്കിലും ഞാനും ഓതണം. അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ നീ വലിയ വലിയ മഹാന്മാരായ ആളുകളിലേക്ക് നോക്ക്, എന്നിട്ട് ഫഖ്തദാ ബിഹി, അവരെ നീ പിന്തുടര്. ഏത് കാര്യത്തിൽ? ദീനിന്റെ കാര്യത്തിൽ. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നമ്മളിൽ പലരും ഓൻ വലിയ ആചാര മോനല്ലേ, ഓൻ നിസ്കരിക്കുന്നില്ല, പിന്നെ ഞാനായിട്ട് എന്തിനാ നിസ്കരിക്കുന്നത്? അവനും ഇവനും മറ്റവനും ഒക്കെ കുടിക്കുന്നുണ്ട് കള്ള്, എന്നാ പിന്നെ ഞാനും കുറച്ച് കുടിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ നോക്കല്ല, ദീനിന്റെ കാര്യത്തിൽ നീ മേലോട്ട് നോക്ക്. ഇനിയോ വനദറ ഫീ ദുനിയാഹു, നിന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ നീ നോക്ക്. ഇലാ മൻ ഹുവ ദൂനഹു, നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്ക്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴോട്ട്, ആഖിറത്തിന്റെ കാര്യത്തിൽ മേലോട്ട്. അങ്ങനെയാ നോക്കേണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിൽ നീ നോക്കേണ്ടത് അംബാനിയെയും ബ്രൂണെ സുൽത്താനെയും ഒന്നും അല്ല നീ നോക്കേണ്ടത്, നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്ക്. അങ്ങനെ നോക്കിയാൽ നിനക്കൊരു അൽഹംദുലില്ലാ പറയാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഈ ബദിരയിലെ ഒരു സഹോദരൻ തന്റെ വീട്ടിൽ മലർന്നു കിടക്കുമ്പോ അവന്റെ പഴയ ഓടുമേഞ്ഞ വീടിൽ ഒരോടിന് ദ്വാരം വന്നിരിക്കുന്നു. നാളെ മറ്റന്നാൾ മഴ തുടങ്ങാൻ പോവാണല്ലോ പഠിച്ചവനെ, എന്റെ വീട് ഇന്നും ഇങ്ങനെ തന്നെയാണല്ലോ. അല്ലാഹുവേ, നീ എന്നെന്തിനാ ഇങ്ങനെട്ട് പരീക്ഷിക്കുന്നത്? ഞാൻ ഗൾഫിൽ പോകുന്നതിന്റെ 4 കൊല്ലം മുന്നേ പോയതാ ഇന്നവൻ. അവൻ 2 നില മനോഹരമായ വീട് പണിതു, മറ്റവൻ 4 നിലയുള്ള ഫ്ലാറ്റ് ഉണ്ടാക്കി. അവൻ ഇന്നത് വാങ്ങി, മറ്റവൻ ഇന്നത് വാങ്ങി. ഞാൻ ഇന്നും ഈ ഓട് വീടിൽ തന്നെയാണല്ലോ എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നീ അറിയാതെ നെടുവീർപ്പെട്ടിട്ട് ചിന്തിക്കും, ഞാൻ മാത്രം എന്താ അല്ലാഹ് ഇങ്ങനെ ആയിപ്പോയത്, എന്നെന്തിനാ പഠിച്ചവനെ നീ ഇങ്ങനെ ആക്കിയത്? അങ്ങനെ ചിന്തിക്കുമ്പോ അൽഹംദുലില്ലാ നിന്റെ നാവിന്ന് വരൂല മോമിനെ. അതേ സമയത്തോ നിന്റെ പൊട്ടിയ ഓട് നോക്കിയിട്ട് നീ ചിന്തിച്ചത് ഇങ്ങനെയാണെങ്കിലോ, പഠിച്ചവനെ എനിക്ക് ഈ വീടെങ്കിലും ഉണ്ടല്ലോ. കാസർഗോഡിലെ ബസ് സ്റ്റാൻഡിൽ ആരോ വായിച്ച് വലിച്ചെറിഞ്ഞ ന്യൂസ് പേപ്പർ കിടക്കയാക്കിയിട്ട് ഒരു കൈ തലയണയും മറ്റേ കൈ കൊണ്ട് ഈച്ചയെയും കൊതുകിനെയും ആട്ടി ഉടുത്ത മുണ്ടഴിച്ച് പുതച്ച് കിടക്കുന്ന ഏതോ നാടോടിയായ മനുഷ്യനും എന്നെ പോലെ ഉമ്മ പെറ്റ മോനാണല്ലോ. എനിക്ക് ഈ വീട് തന്ന റബ്ബേ അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ പറയാനും കഴിയും. എപ്പോ? താഴോട്ട് നോക്കിയാൽ. മേലോട്ട് നോക്കിയാൽ ഒരിക്കലും അവന്റെ അടുത്ത് എത്താനും നിനക്ക് കഴിയില്ല, ഒരൽഹംദുലില്ലാ പറയാനും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് മേലോട്ട് നോക്കല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ നീ ഒന്ന് താഴോട്ട് നോക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്ക്. ഇന്നവൾ ഉടുക്കുന്ന സാരിക്ക് 15,000, അവളുടെ പർദ്ദക്ക് 7,000 8,000. എന്റെ ഭർത്താവാണെങ്കിലോ 4 കൊല്ലം മുമ്പ് വാങ്ങിത്തന്ന ഈ മുഷിഞ്ഞ പർദ്ദയല്ലാതെ എനിക്കില്ലല്ലോ. അവൾക്ക് സ്വർണമിത്ര, മറ്റവൾക്ക് സ്വർണമിത്ര, എനിക്കിതൊന്നും നീ തന്നില്ലല്ലോ എന്ന് മാത്രമാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ പഴയ പർദ്ദയും ധരിച്ചിരിക്കുമ്പോ നിനക്കൊരു അൽഹംദുലില്ലാ പറയാൻ കഴിയില്ലടി.
അതേ സമയത്തോ നീ ആലോചിക്കേണ്ടത് കാസർകോട്ടങ്ങാടിയിലൂടെ അല്ലാഹു തആല ബുദ്ധിയുടെ സമനില അങ്ങ് എടുത്തു കളഞ്ഞതിന്റെ പേരിൽ ഉടുമുണ്ട് പോലുമില്ലാതെ ആളുകളുടെ നടുവിൽ തന്റെ ലൈംഗിക അവയവം പുറത്തു കാണിച്ച് പാട്ടും പാടി നടക്കുന്ന ഭ്രാന്തി പെണ്ണിനെ പോലെ റബ്ബേ നീ എന്നാക്കിയില്ലല്ലോ. ഈ പഴയ പർദ്ദയെങ്കിലും നീ എനിക്ക് തന്നല്ലോ റബ്ബേ, അൽഹംദുലില്ലാഹ്. അപ്പോഴേ പറയാൻ കഴിയൂ, താഴോട്ട് നോക്ക്, മേലോട്ട് നോക്കല്ല. നിന്റെ ടൂ വീലറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ബദിരയിലെ ചെറുപ്പക്കാരന് തോന്നുന്നത് എപ്പോഴാണ് ഒരു 4 വീല് വാങ്ങുന്നത്, എപ്പോഴാണ് ഒരു കാറ് വാങ്ങുന്നത് എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ ഈ ടൂ വീലറിൽ ഇരുന്നിട്ട് ഒരിക്കലും ഒരു അൽഹംദുലില്ലാ പറയാൻ നിനക്ക് കഴിയില്ല മോനെ. അതേ സമയത്ത് നീ ഒന്ന് ആലോചിക്ക്, നടക്കാനുള്ള 2 കാല് റബ്ബ് കൊടുക്കാത്തതിന്റെ പേരിൽ കാലിൽ ധരിക്കേണ്ട ചെരുപ്പ് കയ്യിൽ ധരിച്ചിട്ട് ആരോ ഉണ്ടാക്കി കൊടുത്ത തള്ളുവണ്ടിയിൽ കയറിയിരുന്നിട്ട് 2 കൈയും നിലത്തിങ്ങനെ ഊന്നിയിട്ട് ഓരോ ജംഗ്ഷനിലും എത്തുമ്പോ ഒരു കയ്യിലെ പിച്ചള പാത്രം കുലുക്കിയിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുന്ന യാചകനെ പോലെ നിന്നെ റബ്ബാക്കിയിരുന്നുവെങ്കിൽ അങ്ങനെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോഴേക്ക് നിനക്ക് പറയാൻ കഴിയും അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയാൻ കഴിയും. ഒരു പല്ലുവേദന വരുമ്പോ എന്റെ പെങ്ങള് പറയാ, ഒരു നശിച്ച പല്ലുവേദന, ഇന്നെന്തിനാ എന്റെ റബ്ബ് ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്, എനിക്കെന്തിനാ റബ്ബ് ഇത് തന്നത്? നീ ആലോചിച്ചില്ല, നിന്റെ പല്ല് എന്ന്, ഒരു പല്ലെന്ന് പറയുന്നത് നിന്റെ ശരീരത്തിലെ കേവലം 1% മാത്രമുള്ള സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു വസ്തുവാണ്. അതിന്റെ വേദന വന്നപ്പോ 99% അവയവത്തിനും നല്ല ആരോഗ്യം തന്ന റബ്ബിനെ നീ അങ്ങ് മറന്നുപോയി. 1% വേണ്ടി 99% ആരോഗ്യം തന്ന റബ്ബിനെ നീ അങ്ങ് മറന്നുപോയി. എന്നിട്ട് നീ പറയാ, എന്തൊരു നശിച്ച പല്ലുവേദന, ഇതെത്ര കാലമായി ഞാൻ സഹിക്കുന്നു, ഇന്നെന്തിനാ റബ്ബേ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നീ ഒന്ന് ചെന്ന് നോക്ക് കസ്തൂർബയിലേക്ക്, അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക്, അല്ലെങ്കിൽ RCCയിലേക്ക് നീ ഒന്ന് ചെന്ന് നോക്ക്. മലദ്വാരത്തിനാണ് ക്യാൻസർ വന്നത്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മലദ്വാരത്തിന് ക്യാൻസർ വന്നിട്ട് വേദന കടിച്ചമർത്താൻ കഴിയാതെ വേദന കൊണ്ട് എരിപൊരി കൊള്ളുമ്പോ ആ വേദന സഹിക്കാൻ വേണ്ടി മേലെ നിന്ന് താഴോട്ട് ഒരു കാറ് കെട്ടി തൂക്കിയിട്ട് കൊടുത്തിരിക്കുന്നു ഒരു രോഗിക്ക്. അയാൾ വേദന അസഹ്യമാകുമ്പോ ആ കാറിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് വേദന കടിച്ചമർത്തുന്നത്. ആ ക്യാൻസർ രോഗിയുടെ അരികിൽ ഒരു ദിവസമൊന്നും നീ നിൽക്കണ്ട മോനെ, ഒരു 5 മിനിറ്റ് നേരം നീ അങ്ങ് നിന്നാൽ നിന്റെ മുട്ടുവേദന നീ അങ്ങ് മറക്കും, നിന്റെ പല്ലുവേദന നീ അങ്ങ് മറക്കും. എന്നിട്ട് നീ അറിയാതെ പറയും അൽഹംദുലില്ലാഹ്. താഴോട്ടൊന്ന് നോക്ക്, മേലോട്ട് മാത്രം നോക്കല്ല. അങ്ങനെ നോക്കുമ്പോഴേ നമ്മൾക്ക് നമ്മൾ ആരാന്ന് മനസ്സിലാവൂ. ഞാൻ എപ്പോഴും എന്റെ പരാതിയായിട്ട് ഇങ്ങനെ നടക്കുക. ഇനി ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്താ വിശേഷമെന്ന് ചോദിക്കുമ്പോ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്, സുഖമാണ് എന്ന് പറയണം. അല്ലാഹ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ടാൽ അയാൾക്ക് ജീവിതത്തിൽ സന്തോഷമാണ്. ഇതാണ് 2ാമത്തെ ഉപദേശം. ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. 2ാമത്തെ ഉപദേശം അതാണ്. മനസ്സിലായല്ലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ, സമയം കുറവുണ്ട്. ഇനി 3ാമതായിട്ട് അവിടുന്ന് പറയുന്നു, അബൂ ഹുറൈറ വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. ചില ആളുകൾ വലിയ പൊതുപ്രവർത്തകന്മാരാണ്. അവരെവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ അവർ പിന്നെ ഓട്ടം തന്നെയാണ്, ഓടിച്ചാടി ഇങ്ങനെ നടക്കും. എന്നാലോ ആ മനുഷ്യനെ കുറിച്ച് ഒരു അഭിപ്രായം ആരോട് ചോദിക്കണം? അവന്റെ അയൽവാസിയോടൊന്ന് ചോദിക്കണം. അയാൾ എങ്ങനെയാള്? അയാൾ ഞങ്ങൾക്ക് വഴിമുടക്കിയ ആളാണ്, അയാൾ ഞങ്ങൾക്ക് കരണ്ട് മുടക്കിയ ആളാണ്, അയാൾ എന്റെ മകളുടെ കല്യാണത്തിന് പാരവെച്ച ആളാണ്, അയാൾ എന്റെ മകന്റെ വിസ തട്ടിത്തെറിപ്പിച്ച ആളാണ്. അയാൾക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നീ എന്ത് പൊതുപ്രവർത്തകനാണ്? നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാർ പറയുന്നതിന് മുന്നേ നിന്റെ വലത്തും ഇടത്തും താമസിക്കുന്ന അയൽവാസികളാണ്.
അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഅഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് ഗുണം ചെയ്യ്, എന്നാൽ തന്നെ തകുൻ മുഅ്മിനാ, നീ യഥാർത്ഥ മുഅ്മിനായി മാറും. അയൽവാസികൾ അവർ വളരെ പ്രധാനപ്പെട്ടവരാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നും മതിൽക്കെട്ടുകൾ അവിടെയില്ല. അയൽവാസി എന്ന് പറയുമ്പോൾ അരികിൽ താമസിക്കുന്ന ആളുകൾ മാത്രമാണെന്ന് വിചാരിക്കല്ല. ബസ്സിൽ എന്റെ അരികിൽ ഇരിക്കുന്നവൻ ആ യാത്ര കഴിയുന്നത് വരെ എന്റെ അയൽവാസിയാണ്. എന്നിൽ നിന്നൊരു ബുദ്ധിമുട്ട് അയാൾക്ക് എത്താൻ പാടില്ല. വിയർപ്പ് നാറുന്ന കുപ്പായവുമായിട്ട് ഞാൻ അവന്റെ അരികിൽ പോയിരിക്കാൻ പാടില്ല. ഞാൻ അവനെ അപ്പുറത്തിരുത്തിയിട്ട് ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല. ഞാൻ അവന്റെ സീറ്റിൽ എന്റെ കാലിങ്ങനെ വിശാലമാക്കി വെച്ചിരുന്നിട്ട് അവൻ ഓരോ ടേണിങ്ങിലും പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. എനിക്കൊരു മൈൻഡും ഇല്ല. അങ്ങനെ ഇരിക്കാൻ പാടില്ല. എവിടെയും അങ്ങനെ തന്നെയാണ്. നിന്റെ അരികിൽ ഇരിക്കുന്ന ആളുകൾക്ക് നിന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, നിന്നെ കൊണ്ടൊരു വിഷമമുണ്ടാവാൻ പാടില്ല. നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു പെണ്ണിന് ഒരാണിന് നിന്നെ കൊണ്ട് വിഷമമുണ്ടാകാൻ പാടില്ല. അങ്ങനെ അയൽവാസിക്ക് ഗുണം ചെയ്യ്. ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് കേൾപ്പിക്കാം. മുആവിയ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുആവിയത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഖുൽതു, മഹാനവർകൾ പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖുൽ ജാരി അലാ ജാരിഹി, ഒരാൾ തന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഔദാര്യമല്ലട്ടോ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇത് ഔദാര്യമാണ്. അല്ല, അവകാശമാണ്. ഈ ഹദീസും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്താണ് അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ? കാല അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഇൻ മരിള, അയൽവാസി രോഗിയായാൽ ഉത്തഹൂ, നീ ഒന്ന് പോയിട്ട് സന്ദർശിക്കണം. ആണാണെങ്കിൽ ആണുങ്ങളൊന്ന് പോയിട്ട് സന്ദർശിക്കണം. പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണ് പോയിട്ടൊന്ന് സന്ദർശിക്ക്. അതൊരു ഹക്കാണ്, അവകാശമാണ്, ഔദാര്യമല്ല. നിന്റെ അയൽവക്കത്ത് നീ ഓർമ്മ വെച്ച നാള് മുതൽ താമസിക്കുന്ന ഒരു സഹോദരൻ 2 ദിവസമായിട്ട് അവനെ കാണുന്നില്ല. നീ ഒന്ന് അന്വേഷിച്ചപ്പോ അയാൾ മംഗലാപുരത്ത് അഡ്മിറ്റാണ്. നീ ഒന്ന് പോയി നോക്ക് മുസ്ലിമേ, അത് അയാൾക്ക് കൊടുക്കേണ്ട അവകാശമാണ്. രോഗിയായാലൊന്ന് സന്ദർശിക്കുക. ഇനിയോ അവൻ നിന്നോട് കടം ചോദിച്ചാൽ അഖറൽതഹു, നീ അവന് കടം കൊടുക്ക്. നീ കൊടുക്ക്. നിന്റെ കീശയിലുള്ള കാശിന് അയാൾക്കും അവകാശമുണ്ട്. ഇത് നിനക്ക് മാത്രമുള്ളതല്ല. നീ എന്റേത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്നില്ലേ, ഇത് നിന്റെതൊന്നുമല്ല. അള്ളാഹു കുറച്ചു കാലത്തേക്ക് നിന്റെ കീശയിൽ തന്നതാണ്. ഇത് നിനക്ക് അനുഭവിക്കാം. പക്ഷേ അവരെ ഒന്ന് പരിഗണിക്ക്. കടം ചോദിച്ചാലൊന്ന് സഹകരിക്ക്. അപ്പുറത്തെ വീട്ടിലുള്ള ഭർത്താവില്ല, നാട്ടിലില്ലാത്ത പെണ്ണ് നിന്റെ ഭാര്യയോട് വന്നിട്ട് ചോദിച്ചു, 500 രൂപ കടം തരുമോ? കുഞ്ഞിന് വന്നായിട്ട് പനിക്കുന്നുണ്ട്. ഭർത്താവ് ഈ മാസം കാശയച്ചിട്ടില്ല. ഭർത്താവ് കാശയച്ചാൽ ഞാൻ അങ്ങ് തിരിച്ചു തരാം. ഭാര്യ പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് ചോദിക്കട്ടെ. നീ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ നഫീസുവിന് 500 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് പനിക്കുന്നു എന്നാ പറഞ്ഞത്. നീ പറയല്ല, അന്ന് വാങ്ങി 200 തന്നെ തന്നിട്ടില്ല, ഇനിയിപ്പൊ ഇതും കൊടുത്താൽ അതും കടമായിട്ട് എഴുതേണ്ടി വരും എന്ന് നീ പറയല്ല. നിന്റെ സ്വത്തിൽ അവർക്കും ചെറിയൊരു വിഹിതം നീ മാറ്റിവെക്ക്. അപ്പുറത്തെ വീട്ടിലുള്ള സഹോദരി പ്രസവ വേദന വന്ന ബുദ്ധിമുട്ടിലാണ്. രാത്രി വാഹനങ്ങളെയൊക്കെ വിളിച്ചു നോക്കി ആരും വരുന്നില്ല. അവസാനം നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മുതലാളി, അങ്ങയുടെ കാറിലൊന്ന് കാസർഗോഡ് ടൗൺ വരെ എന്റെ മോളെ ഒന്ന് എത്തിച്ചു തരുമോ? അവൾക്ക് വേദന തുടങ്ങിയിട്ടുണ്ട്. അതിലെണ്ണയില്ലെന്ന് പറയല്ല മോമിനെ, അവൾക്കും ചെറിയൊരു അവകാശം നിന്റെ വാഹനത്തിലൊന്ന് കൊടുത്തുകൂടെ? അങ്ങനെയൊക്കെയാണ് ജീവിതം നടക്കേണ്ടത്. അപ്പോഴാണ് അതിന് രസമുള്ളത്. ഇനിയോ വസ്ത്രമില്ലാതെ അയൽവാസി ബുദ്ധിമുട്ടിയാൽ സതർതഹു, നീ ഒന്ന് വാങ്ങിക്കൊടുക്ക്. നീ അവന് മറക്കാനുള്ള വസ്ത്രം കൊടുക്ക്.
കാസർകോട്ടുകാരൻ കല്യാണത്തിന് പർച്ചേസിന് പോയത് എറണാകുളത്താണ്. ഇവിടെ എവിടെയും കിട്ടില്ല ഒരു ചേല വാങ്ങാൻ. എന്നിട്ട് എറണാകുളത്ത് പോയിട്ടാ. ഇത് കാസർകോട്ടുകാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ അങ്ങനെയൊക്കെയാ. നമ്മൾ കാശിനൊരു വിലയുമില്ലാതാക്കി മാറിയിരിക്കുന്നു, ഒരു ബോധവുമില്ലാതായി നമ്മൾക്ക് മാറിയിരിക്കുന്നു. ആരും വലിപ്പത്തരമൊന്നും കാണിക്കണ്ട, വലിയവരാണെന്ന് ആരും നടിക്കണ്ട. വസ്ത്രമില്ലാതെ അയൽവാസി ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ നീ അവനൊരു വസ്ത്രം വാങ്ങിക്കൊടുക്ക്. പെരുന്നാളിന്റെ തലേനാൾ നിന്റെ മോൻ നിന്റെ അയൽവാസിക്ക് കാണിച്ചു കൊടുത്തു. അവന് 2 ജോഡി പാന്റ് വാങ്ങിയിട്ടുണ്ട്, 2 ജോഡി കുപ്പായം വാങ്ങിയിട്ടുണ്ട്, ഒരു ഷൂവും ഒരു ചെരുപ്പും വാങ്ങിയിട്ടുണ്ട്. അയൽവാസിയായ കുഞ്ഞിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. നിന്റെ മോൻ ചോദിച്ചു, അല്ല നിസാറിന് എന്താ ഒരു തെളിവില്ലാത്തത്? ആ കുഞ്ഞു പറഞ്ഞു, എനിക്കെന്റെ വാപ്പ ഒന്നും വാങ്ങി തന്നിട്ടില്ല. താത്തയുടെ കല്യാണം കഴിഞ്ഞിട്ട് വാപ്പ കടത്തിലാണ്, എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല. നിന്റെ കുഞ്ഞു വന്നിട്ട് പറഞ്ഞു, ബാപ്പാ അപ്പുറത്തെ നിസാറിന് പാന്റ് വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് ആ കുഞ്ഞിനും ഒരു പാന്റ് വാങ്ങിക്കൊടുക്ക്, അത് അവനുള്ള അവകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പ്രോത്സാഹനം കൊടുക്ക സഹോദരിമാരെ. ഇനിയോ വഇന്ന സാബഹു ഖൈറുൻ, നിന്റെ അയൽവാസിക്ക് വല്ല ഖൈറും വന്നാൽ ഹന്നതഹു, നീ അവനെ ഒന്ന് അഭിനന്ദിക്ക്. നന്നായിട്ടുണ്ട് എന്നൊന്ന് പറ. അയൽവാസിയായ കുട്ടിക്ക് SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+, നിന്റെ മോൻ അത് കിട്ടിയില്ല. നീ അടുക്കളയിൽ ഇരുന്ന് പറയല്ല, ആ സാധനം എങ്ങനെയാ ഇത് നേടിക്കളഞ്ഞത് എന്ന് പറയല്ല. നീ ഇറങ്ങിച്ചെന്നിട്ട് എന്റെ മോൻ വാങ്ങാത്ത A+ നീ വാങ്ങിയത് കൊണ്ട് എനിക്ക് സന്തോഷമാണെന്നൊന്ന് പറഞ്ഞു നോക്ക്. ഈ മസിലങ്ങ് വിട്ടുകള മോമിനെ, ഒന്നും സംഭവിക്കില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം കടന്നു വരും. അപ്പോഴാണ് ജീവിതം. നിന്റെ മകൾക്കൊരു പുതിയാപ്പിള ഒത്തുവന്നില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ആ സാധുവിനൊരു പുതിയാപ്പിളയെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞു നോക്ക്. നീ നിന്റെ ഈ കനം പിടിച്ച മുഖമൊന്നങ്ങ് റീഫ്രഷ് ചെയ്തു നോക്ക്, നിനക്ക് നന്നാവാൻ സാധിക്കും. അതുകൊണ്ട് അവന് വല്ല ബുദ്ധിമുട്ടും വന്നാൽ നീ അവനെ ഒന്ന് ആശ്വസിപ്പിക്ക്. ഇനി പറയുന്നത് കേട്ടോളണേ. അവിടെന്ന് പറഞ്ഞു, എടോ നിന്റെ ചുമര് കെട്ടിപ്പൊക്കാൻ പാടില്ല. നിന്റെ അയൽവാസിയുടെ വീട് മറയുന്ന രൂപത്തിൽ നിന്റെ മതില് പോലും നീ കെട്ടിപ്പൊക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതസുദ്ദു അലൈഹി റീഹ്, ശുദ്ധവായു കിട്ടുന്നതിന് അവർക്ക് തടസ്സമാവുന്ന നിലയിൽ നീ നിന്റെ മതില് പോലും കെട്ടിപ്പൊക്കരുത്. നിനക്ക് കാശുണ്ടാവും എന്ന് കരുതിയിട്ട് അപ്പുറത്തെ ചെറ്റപ്പുര മറയുന്ന രൂപത്തിൽ നീ നിന്റെ മതില് പോലും കെട്ടിപ്പൊക്കരുത്. ഇനി പറയുന്നത് കേട്ടോ. ലാ തുദീഹി, നീ നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ബിരീഹി ഖിദരിക, നിന്റെ വീട്ടിലുള്ള പാത്രത്തിൽ നിന്നുയരുന്ന വാസന കൊണ്ട് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു കളഞ്ഞു ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദിരയിലുള്ള സമ്പന്നനെ, നിന്റെ വീട്ടിൽ ഇന്ന് വിരുന്നാണ്, ആയിക്കോട്ടെ, അല്ലാഹുവിന് തടസ്സമില്ല. ചിക്കൻ ബിരിയാണിയുണ്ട്, മട്ടൻ കുറുമയുണ്ട്, ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ ചിക്കൻ ബിരിയാണിയുടെ വാസന അയൽവക്കത്തെത്തിപ്പോവാൻ പാടില്ല. ഇല്ല അൻ തഗ്രിഫ ലഹു മിൻഹാ, അയൽവാസിക്ക് ഒരു പാത്രത്തിൽ കോരിക്കൊടുക്കാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ബിരിയാണിയുടെ വാസന അയൽവക്കത്തെത്തിപ്പോകരുത്. എന്തൊരു വർത്തമാനമാണത്. നിന്റെ വിരുന്നിന് അയൽവാസിയെ നിനക്ക് ക്ഷണിക്കാം, ക്ഷണിക്കാതിരിക്കാം. പക്ഷേ അയൽവാസിയായ കുഞ്ഞു പൈതൽ വീട്ടുമുറ്റത്ത് വണ്ടിയോടിച്ച് കളിക്കുമ്പോ അവന്റെ മൂക്കിലേക്ക് നല്ല ചിക്കൻ ബിരിയാണിയുടെ വാസന വന്നപ്പോ അവൻ അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു ഉമ്മയോട്, ഇന്നിവിടെ വല്ല ബിരിയാണിയും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അടുപ്പിൽ ഊതിത്തളർന്ന മാതാവ് പറഞ്ഞു, അല്ല മോനെ, ഇവിടെ ബിരിയാണി വെക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? പിന്നെ എന്തേ ഉമ്മ വാസനിക്കുന്നത്? ആ കുഞ്ഞിനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ, അപ്പുറത്തെ വീട്ടിലെ ഹാജിയാരുടെ വീട്ടിലുണ്ടാക്കുന്ന വിരുന്നിനുണ്ടാക്കുന്ന ബിരിയാണിയുടെ ഗന്ധമാണത്. എന്നാ ഞാനും
അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ആ കുഞ്ഞു ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ, നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. കാറിൽ പലരും പോണത് കണ്ടല്ലോ, എനിക്കെന്തേ പോയിക്കൂടാ? ദൂരെ നിന്ന് വന്നവരല്ലേ വണ്ടിയിൽ പോയത്, വിളിച്ചാൽ കേൾക്കുന്നിടത്ത് എനിക്കെന്തേ ഉമ്മ പോയിക്കൂടാത്തത്? നിന്റെ മുഷിഞ്ഞ ട്രൗസറും ഇട്ടിട്ട് നീ അവിടെ ചെന്നാൽ ഹാജിയാർക്കത് കുറച്ചിലായിരിക്കും മോനെ എന്ന് പറഞ്ഞു തന്റെ തുണിക്കോന്തലയിലേക്ക് കുഞ്ഞുമോനെ ചേർത്ത് നെറുകയിൽ മുത്തം കൊടുത്ത ഉമ്മയുടെ കണ്ണ് നനഞ്ഞു പോയത് ഈ മുതലാളി കണ്ടില്ലെങ്കിലും അള്ളാന്റെ ഹബീബ് 1400 കൊല്ലം മുന്നേ കണ്ടു. അവിടെന്ന് പറഞ്ഞു, നിന്റെ ബിരിയാണി ചെമ്പിൽ നിന്ന് ആ കുഞ്ഞുമോന് തിന്നാനുള്ളത് കൊടുക്കാൻ നിനക്കിഷ്ടമില്ലെങ്കിൽ ഈ ബിരിയാണി ചെമ്പിന്റെ വാസന അയൽവക്കത്തെത്തിപ്പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അയൽവാസികളോടുള്ള ബന്ധം. ഇതൊക്കെ ഉൾക്കൊള്ളണ്ടേ നമ്മൾ? ഈ തൂവെള്ള വസ്ത്രവും തലപ്പാവും ഒക്കെ മാർക്കറ്റിൽ കിട്ടും കൂട്ടരെ. ഇതൊന്നുമല്ല തഖ്വയുടെ അളവുകോല്. ഇതൊക്കെ തഖ്വയുടെ അളവുകോലാവുന്നത് ഞാനായാൽ മാത്രമാണ്. ഞാൻ മറ്റാർക്കൊക്കെയോ മുന്നിൽ അഭിനയിച്ച് ഈ ജാടയും കാണിച്ചിങ്ങനെ നടന്നാൽ ഈ ഞാൻ എന്ന് പറയുന്നവൻ എന്ത് വിലയാണുള്ളത്? എന്റെ വില അളക്കേണ്ടത് ഞാനല്ല, എന്റെ വില തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതാണല്ലോ അല്ലാഹുവും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് ഗുണം ചെയ്യേ. മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചു അല്ലാഹുവിന്റെ ഹബീബ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഏ മുസ്ലിം പെണ്ണുങ്ങളെ, ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരയൽവാസി പെണ്ണും തന്റെ അയൽവാസിയായ പെണ്ണിനെ നിസാരമാക്കരുത്. വലൗ ഫിർസിന ഷാത്തിൻ, ആർക്കും വേണ്ടാത്ത ഒരാടിന്റെ കുളമ്പ് കൊണ്ടുവന്ന് കൊത്തിപ്പൊളിച്ചിട്ട് അതാണ് കറി വെച്ചതെങ്കിലും അതിൽ നിന്നൊരു അയൽവാസിക്ക് ഒരിത്തിരി ഷെയർ ചെയ്യ്. അങ്ങനെ ജീവിക്കാൻ പഠിക്ക്. അതാണ് ഈമാൻ അളക്കാനുള്ള അളവുകോലതാണ്. അതുകൊണ്ട് അയൽവാസിക്ക് ഗുണം ചെയ്യ്, എങ്കിൽ നീ യഥാർത്ഥ മുഅ്മിനാണ്. മൂന്നാമത്തെ ഉപദേശമാണത്. ചുരുക്കട്ടെ, ഞാൻ നാലാമത്തെ ഉപദേശം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മോനെ അബൂ ഹുറൈറ, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ. നിനക്ക് എന്തിനാ അത്ര വിഷമം? നിന്റെ കീശയിൽ നല്ല ഐഫോൺ ഉണ്ടെങ്കിൽ മറ്റവനും അത് കിട്ടിയാൽ നിനക്കെന്താ നഷ്ടപ്പെടാനുള്ളത്? നിന്റെ വീട്ടിൽ നല്ല ഒരു വാഹനമുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ വീട്ടിൽ ഒരു 4 രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോ ഇത് എവിടുന്നോ അടിച്ചു മാറ്റിയതായിരിക്കും, ഇത് അറബിയെ മുക്കിയിട്ട് വന്നതായിരിക്കും. നിന്റെതൊക്കെ നല്ലതും അവന്റെതൊക്കെ മോശവും. എന്തിനാ ഇങ്ങനത്തെ ഒരു ചിന്താഗതി? നിനക്കുള്ളതൊക്കെ മറ്റുള്ളവനുണ്ടാവട്ടെ. എന്തിനാണ് നീ ഇങ്ങനെ അസൂയ വെക്കുന്നത്? അസൂയക്ക് ലോകത്തൊരു നന്മയും ചെയ്യാൻ കഴിയില്ല. ലോകത്ത് നടന്ന പല കൊലപാതകങ്ങളുടെയും പിറകിൽ അസൂയയാണ്. ലോകത്ത് നടന്ന പല യുദ്ധങ്ങളുടെ പിറകിലും അസൂയയാണ്. ലോകത്ത് നടന്ന പല കുടുംബ വഴക്കുകളുടെ പിറകിലും അസൂയയാണ്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോ സ്വന്തം പെങ്ങൾക്ക് തോന്നുക അങ്ങനെ അവരെ സ്നേഹിക്കണ്ട. അതുകൊണ്ട് ചെറിയ ഒരു പാര അവർക്കിടയിൽ പണിതു വെക്കണം. പെറ്റ തള്ളക്ക് തോന്നുക മകനും മകന്റെ ഭാര്യയും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോ അങ്ങനെ വേണ്ട എന്ന് തോന്നുകയാണ് ആർക്ക്? പെറ്റ തള്ളക്ക് പോലും. ഇങ്ങനെ എത്രയെത്ര ആളുകൾ നിനക്ക് സ്നേഹം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നു, പക്ഷേ വേറെ ആർക്കും അത് കിട്ടിക്കൂടെന്ന് നീ എന്തിനാ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും സ്നേഹം കിട്ടട്ടെ, എല്ലാവർക്കും സമ്പത്തുണ്ടാവട്ടെ, എല്ലാവർക്കും വീടുണ്ടാവട്ടെ, എല്ലാവർക്കും വാഹനമുണ്ടാവട്ടെ. നീ അസൂയ വെക്കല്ല, നീ അസൂയയും കൊണ്ട് നടക്കല്ല. നീ ജനങ്ങൾക്ക് നിനക്കിഷ്ടമുള്ളതൊക്കെ ജനങ്ങൾക്കും ഇഷ്ടമുണ്ടാവട്ടെ എന്ന് നീ വിചാരിക്ക്. ആരും തകർന്നു പോവണം എന്ന് നീ വിചാരിക്കല്ല, ഒരുത്തനും നശിച്ചു പോവണമെന്ന് നീ വിചാരിക്കല്ല. മഹാന്മാരായ ആളുകൾ എത്രത്തോളം ചിന്തിച്ചു എന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മദ്റസത്തുൽ അഷ്റഫിയയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മഹാനവർകളുടെ റൂമിൽ ഒരിക്കലൊരു കള്ളൻ കയറി. വളരെ രസകരമായ സംഭവമാണ്. മഹാന്മാരുടെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. വളരെ ചുരുങ്ങിയ കാലമേ മഹാനവർകൾ ജീവിച്ചിട്ടുള്ളൂ. ആ മദ്റസത്തുൽ അഷ്റഫിയയിൽ നിന്ന്
തന്റെ റൂമിൽ കള്ളൻ കയറിയിട്ട് ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി. മഹാനവർകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പിയും കള്ളൻ എടുത്തുകൊണ്ടുപോയി. ഉസ്താദിനോട് ആരോ പറഞ്ഞു, ഉസ്താദെ, ഒരു കള്ളനതാ അങ്ങയുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഉസ്താദ് നോക്കി, കള്ളൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഉസ്താദ് പിറകിലോടി, കള്ളനോടി, ഇമാം നബവി തങ്ങളും ഓടി. അവസാനം കള്ളനെ വിളിച്ചിട്ട് ഇമാം നബവി തങ്ങൾ പറഞ്ഞു, മോനെ, നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നോടൊരു കാര്യം പറയാനാണ്. ഇത് കേട്ടിട്ട് നീ പൊയ്ക്കോ. ഇനി ഒരുപക്ഷെ എന്നെ നിനക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലോ. കള്ളൻ അവിടെ നിന്നു. ഇമാം നബവി തങ്ങൾ പറഞ്ഞു, മോനെ, നീ എടുത്ത സാധനങ്ങളൊക്കെ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഇത് പറയാനാണ് ഞാൻ നിന്റെ പിറകെ ഓടിയത്. ഒരുപക്ഷെ പിന്നെ ഒരിക്കൽ നീ എന്നെ കാണാൻ വരുമ്പോഴേക്ക് ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഇതും കൊണ്ട് വിഷമിക്കൂലേ? അതുകൊണ്ട് ഞാൻ നിനക്കിത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഇത് പറയാനാണ് ഞാൻ നിന്റെ പിറകിലോടിയത്. കള്ളന്റെ പിറകിലോടിയിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്ത ആളുകളാണ് മഹാന്മാർ. നമ്മളോ ആരും നന്നാവുന്നത് നമ്മൾക്ക് ഇഷ്ടമാകുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾക്ക് പകയാണ്. ഒരു പെണ്ണിനെ കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നു അവൾ മോശക്കാരിയാണ്. ഒരാണിനെ കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നു അവൻ മോശക്കാരനാണ്. അങ്ങനെ ചിന്തിക്കല്ല. നല്ല മനസ്സോടെ നീ നിനക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും മറ്റുള്ളവർക്കും കിട്ടണമെന്ന് നീ വിചാരിക്ക്. നീ അസൂയ വെക്കല്ല, നീ പാരപണിത് നടക്കല്ല, എപ്പോഴും അന്യന്റെ കുറവും നോക്കി നീ നടക്കല്ല. എങ്കിൽ തന്നെ തകുൻ മുസ്ലിമാ, നീ യഥാർത്ഥ മുസ്ലിമായി മാറും. യഥാർത്ഥ മുസ്ലിമായി മാറും. 4 ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, മറന്നു പോവണ്ട. ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഹറാം സൂക്ഷിക്ക അബൂ ഹുറൈറ, എങ്കിൽ നീ തന്നെയാണ് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്നവൻ. 2, അല്ലാഹ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്, എങ്കിൽ നീ തന്നെയാണ് ഐശ്വര്യവാൻ. 3, നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യ്, എങ്കിൽ നീ തന്നെയാണ് യഥാർത്ഥ മുഅ്മിൻ. 4, നിനക്കിഷ്ടമുള്ളതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടമാവ്, എങ്കിൽ നീ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം. 5, വലാ തുക്സിരിൽ ളിഹ്ക, മോനെ അബൂ ഹുറൈറ, നീ നിന്റെ ചിരിയൊന്ന് കുറക്കണേ അബൂ ഹുറൈറ. ചിരിക്കല്ല, വല്ലാതെ ചിരിക്കല്ല, നീ നിന്റെ ചിരിയൊന്ന് കുറക്ക്. എന്തിനാ ചിരി കുറക്കുന്നത്? ഒരു മനുഷ്യന്റെ ചിരി വർദ്ധിച്ചാൽ തുമീതുൽ ഖൽബ്, അത് ഹൃദയത്തെ കൊന്നുകളയും കേട്ടോ. ചെറുപ്പക്കാരെ, ഒന്ന് ചിന്തിക്കുമോ? ഒന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ? സോഷ്യൽ മീഡിയയുടെ ലോകത്താണ് ജീവിക്കുന്നത്. വാട്സാപ്പും ഫേസ്ബുക്കും ഇല്ലാത്ത ദിവസങ്ങളില്ല. ആൻഡ്രോയിഡ് ഫോൺ കയ്യിൽ വന്നത് മുതൽ ചിലർക്ക് ഭാര്യയെ മറന്നുപോയി, വേറെ ചിലർക്ക് ഉമ്മയെ മറന്നുപോയി, ബാപ്പയെ മറന്നുപോയി, ഒരോർമ്മയുമില്ല. രാവിലെ മുതൽ പണിയെടുക്കുന്ന ഭാര്യ അവസാനം രാത്രി ഒന്ന് സമാധാനത്തിൽ ഭർത്താവിന്റെ കൈത്തണ്ടയിൽ തലയും വെച്ചൊന്ന് ഉറങ്ങണമെന്ന് കരുതിയാൽ അവളെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ആ സാധു വന്ന് കിടന്നു, നീ പോയിട്ട് ബെഡിലിരുന്നു, നിന്റെ വിരല് ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ പരതുമ്പോ അവൾ ഒന്ന് വിളിച്ചു, നീ കേട്ടില്ല, നീ ഫേസ്ബുക്കിലാണ്. 2ാമത് വിളിച്ചു, അപ്പോഴും നീ മിണ്ടിയില്ല, കാരണം നീ വാട്സാപ്പിലാണ്. 3ാമത് വിളിച്ചപ്പോ നീ യൂട്യൂബിലാണ്, നീ ഏതോ ലോകത്താണ്. അവസാനം അവൾ ഉറങ്ങിപ്പോയി, അപ്പോഴും നീ ആർക്കൊക്കെയോ ചാറ്റിങ്ങിലാണ്, ആർക്കൊക്കെയോ ലൈക്ക് അടിക്കുകയാണ്, കമന്റ് ചെയ്യുകയാണ്. നിന്റെ ഭാര്യക്കൊരു ലൈക്ക് കൊടുക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. ഇങ്ങനെ എത്ര ആളുകൾ ഉമ്മ വിളിച്ചാൽ മിണ്ടുന്നില്ല. ഈ സ്മാർട്ട് ഫോൺ കയ്യിൽ വന്നത് മുതൽ ഉമ്മ വിളിക്കുമ്പോ ദേഷ്യമാണ്, മോന് മോനേന്ന് വിളിച്ചു. ആദ്യം വിളി കേൾക്കുന്ന മകൻ ഇപ്പം മിണ്ടുന്നില്ല. 2ഓ 3ഓ തവണ വിളിച്ചപ്പോ ഒരു മൂളല് കേട്ടു. 4ാമത് ഉമ്മ വിളിച്ചു. എന്താ ഉമ്മാക്ക് വേണ്ടത്? ഒരാക്രോശമായിരുന്നു. പിന്നെ ഇതല്ലേ സത്യം? നമ്മൾ ഇതിന്റെ അടിമകളാണ്. ഇതിന്റെ ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ അതാരും ഉപയോഗിക്കാറില്ല. ഇതിന്റെ തിന്മകൾ ഉപയോഗിക്കാൻ എന്തൊരു തിടുക്കമാണ് മനുഷ്യന്മാർക്ക്. കേരളത്തിലെ ഒന്നിനും കൊള്ളാത്ത ഒരു പെണ്ണിന്റെ നഗ്ന വീഡിയോ ആരോ നെറ്റിൽ കടത്തിവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അന്ന് കേരളത്തിൽ നെറ്റ്വർക്കുകളൊക്കെ ഹാങ് ആയി പോയി. നമ്മൾ പത്രത്തിൽ വായിച്ചു. എന്ത് കാണാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം? എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ ചുംബിക്കാൻ വന്നത് 14 പേര്, ചുംബന സമരം കാണാൻ വന്നത് 14,000 ആളുകൾ. എന്താ നമ്മുടെ ഒരവസ്ഥ? നിങ്ങൾ ആലോചിച്ചു.
ഞാനിത് വെറുതെ പറയുകയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടെ നമ്മളല്ലാതായി മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു മാനസിക രോഗി എന്തെങ്കിലും ഒരു വിക്രിയ അണങ്കൂർ ആ ജംഗ്ഷനിൽ നിന്ന് കാണിച്ചാൽ ആരെങ്കിലും ഉടനെ തന്നെ അത് വീഡിയോയിലാക്കി വാട്സാപ്പിൽ അടിക്കുറിപ്പും എഴുതി 2016 ഏറ്റവും വലിയ കോമഡി, ഇത് കാണാത്തവന്റെ കാര്യം പോക്കാൻ, കണ്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കണ്ടവർ ചിരിക്കുന്നു. ലോകം മുഴുവനും നിമിഷങ്ങൾക്കകമെത്തി. എല്ലാവർക്കും ചിരിക്കാനാണ് ഇഷ്ടം, കരയാൻ ആർക്കും ഇഷ്ടമില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ മയ്യത്ത് കണ്ടാൽ ബോധം കെട്ട് നിലത്ത് വീഴുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖബർ കണ്ടാൽ കരഞ്ഞിട്ട് കണ്ണിന്റെ 2 ഭാഗത്തും ഒരു ചാല് രൂപാന്തരപ്പെട്ടിരുന്നു. നമ്മളോ ചിരിക്കാനാണ് ഇഷ്ടം. കാരണവരും പറയും, ഞാൻ അങ്ങനെ TV ഒന്നും തുറക്കാറില്ല, വല്ല കോമഡി പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും ഒന്ന് നോക്കാറുണ്ട്. അയാൾക്കും ഇഷ്ടം ചിരിക്കാനാണ്, ആർക്കും കരയാൻ ഇഷ്ടമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലദഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾക്കാർക്കും ചിരിക്കാൻ സമയം കിട്ടൂല കേട്ടോ. നിങ്ങളുടെ ചിരി വല്ലാതെ ചുരുങ്ങുകയും നിങ്ങളുടെ കരച്ചിൽ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അഞ്ചാമത്തെ ഉപദേശം അതാണ്, നീ വല്ലാതെ ചിരിക്കല്ല. ചെറുപ്പക്കാരികളെ, നിങ്ങൾ അനാവശ്യത്തിൽ ഏർപ്പെടല്ല. കാസർകോട്ടുകാരി പെണ്ണേ, നീ പാട്ടുപാടിയിട്ട് ലോകം മുഴുവനും നിന്റെ പാട്ട് കേട്ടിട്ട് ചിരിക്കണമെന്ന് നീ കൊതിക്കല്ല. നീ പാടേണ്ട പാട്ട് ആരെയോ ഇക്കിളിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന പാട്ടാവല്ല. നീ പാടേണ്ട പാട്ട് സ്വർഗീയ തരുണികൾ പാടുന്ന പാട്ടാവണം. മഹദി ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അവിടുന്ന് ആയിഷ ഒരിക്കൽ മറുപടി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗ്ഗത്തിലുള്ള തരുണികൾക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, ആ നഗരിയിൽ വെച്ച് ഹൂറുൽ പാട്ടുപാടുമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്താ പാട്ട്? നഹ്നുൽ ഖാലിദാതു ഫലാ നബീദു വനഹ്നുൻ നാഇമാതു ഫലാ നസ്ഖതു എന്നിങ്ങനെ സ്വർഗത്തിലുള്ള ഹൂറുൽ പാട്ടുപാടുമെന്ന് വലിപ്പം പറഞ്ഞപ്പോ ആയിഷ ബീവി അങ്ങ് മറുപടി പറഞ്ഞു, നബിയേ, അവരങ്ങനെ പാട്ടുപാടിയാൽ ഞങ്ങളതിന് മറുപടി പാട്ട് പാടും നബിയേ. ആ പാട്ടാ കാസർകോട്ടെ പെണ്ണ് പാടേണ്ടത്. അല്ലാതെ തലശ്ശേരിയിൽ നിന്നൊരു പെണ്ണ് പാട്ട് പാടുമ്പോ നീ ഇവിടെ നിന്നൊരു പാട്ട്, അതിന് മറുപടി മാഹിയിൽ നിന്ന്, അതിന് മറുപടി ചൊക്ലിയിൽ നിന്ന്, അതിന് മറുപടി പിന്നെയും കാസർകോട്ട് നിന്ന്, ആ പാട്ടല്ല പാടേണ്ടത്. മറിച്ച് സ്വർഗലോകത്ത് ആയിഷ ബീവി നയിക്കുന്ന ഒരു ഗാനമേളയുണ്ട്, അതിൽ പങ്കെടുക്കണം. ബദിരയിലെ പെണ്ണുങ്ങൾ എന്താ ആയിഷ ബീവി പറയുന്നത്? ഞങ്ങളങ്ങ് പാടും, സ്വർഗത്തിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ പാട്ടുപാടുമ്പോ ഞങ്ങളങ്ങ് പാടും. നഹ്നുൽ മുസല്ലിയാതു വമാ സല്ലൈതുന്നാ വനഹ്നുൽ മുതവല്ലിയാതു വമാ തവല്ലതുന്നാ വനഹ്നു സ്വായിമാതു വമാ സുംതുന്നാ. ആയിഷ ബീവി പറയുന്നു, ഹൂറുൽ ഇങ്ങനെ പാടുമ്പോ ഇപ്പുറത്ത് ഞങ്ങളും ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങ് പാടും. ഹൂറുൽ ഞങ്ങൾ നിസ്കരിച്ചവരാണ് കേട്ടോ, നിങ്ങൾക്ക് നിസ്കാരം എന്തെന്നറിയില്ല. ഞങ്ങൾ നോമ്പ് നോറ്റവരാണ്, നിങ്ങൾക്ക് നോമ്പ് എന്താണെന്നറിയില്ല. ഞങ്ങൾ മഞ്ഞ് പെയ്യുന്ന മകരമാസത്തിന്റെ പുലർക്കാലത്ത് സ്വബഹിക്കണീച്ച് തണുത്ത വെള്ളത്തിൽ ഒതുവെടുത്തവരാണ്, നിങ്ങൾക്ക് ഒതുവെടുക്കാൻ അറിയില്ല. ഞങ്ങൾ സ്വതക്ക ചെയ്തവരാണ്, ഞങ്ങളുടെ കാതിലും കഴുത്തിലുമുള്ളതൊക്കെ പറിച്ച് ബക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയവരാണ്, മദ്രസ ഉണ്ടാക്കിയവരാണ്, റിലീഫ് പ്രവർത്തനത്തിന് സഹായം കൊടുത്തവരാണ്. സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളെ, സ്വതക്ക എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ആ പാട്ടവിടെ വെച്ചേക്ക് കേട്ടോ എന്ന് ഞങ്ങളങ്ങ് മറുപടി കൊടുക്കുമെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ.
അത് പാടാനാണ് ബദരിയിലെ പെണ്ണെ നീ മുന്നോട്ട് വരേണ്ടത്. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും വളരെ പ്രസക്തവും വളരെ വിലപ്പെട്ടതുമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇനി പറയുന്നില്ല. അതുകൊണ്ട് ഹൃദയം മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അതൊരു വല്ലാത്ത വാക്കാണ്. ഹൃദയം മരിച്ചാൽ പിന്നെ അവിടെ വഅദ് കൊണ്ട് കാര്യമുണ്ടാവില്ല. ഹൃദയം ചത്തുപോയാൽ പിന്നെ അവിടെ ദിക്ർ കൊണ്ടോ മറ്റൊന്നും കാര്യം ഉണ്ടാവൂല. ഹൃദയത്തിന് ജീവനുണ്ടാവണം. അപ്പോഴേ ഈമാൻ ഇവിടെ നിലനിൽക്കൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുക. ഈ സോഷ്യൽ മീഡിയകളോടുള്ള വല്ലാത്ത അഭിനിവേശം ഒന്ന് ഒഴിവാക്കി നല്ല നിലയിൽ വലിയ അമലുകളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഈ പറയപ്പെട്ടതുപോലെ ജീവിക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ലോകരക്ഷിതാവായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, ഈ സാധുക്കൾ ഇവിടെ ഒത്തുകൂടിയത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന മജ്ലിസാക്കി ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഇതിന്റെ സംഘാടകന്മാർ, ഇവർക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, ഈ നാട്ടിന്റെ ഉമറാക്കൾ, അല്ലാഹുവേ, പൂർവോപരി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവർക്കും നീ എല്ലാ ഖൈറും ബറക്കത്തും കൊണ്ട് കണ്ണിന് കുളിർമ നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി സംഭവിച്ചു പോയ സർവ്വ അബദ്ധങ്ങളും നീ മാപ്പ് ചെയ്തു തരണേ തമ്പുരാനെ. നീ ഗഫാറാണ് റബ്ബേ, നീ ഗഫൂറാണ്. കടലിലെ നുരകണക്കെ തെറ്റു വന്നാലും മാപ്പ് നൽകുന്ന റബ്ബാൻ. ഈ പാവങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങളെ പൊന്നുമ്മക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ബാപ്പക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്ത ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവർ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.